ഹലോ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. കേൾക്കുന്നുണ്ടോടാ ഞാൻ പറയുന്നത്? ഓഡിബിൾ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീന്? ഒരു കിറ്റിലെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. കാണുന്നുണ്ടോ? യെസ്. ബട്ട് ഒരു മിനിറ്റ്, എനിക്ക് സോ സ്ക്രീൻ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നും നാളെയായിട്ട് സെഷൻസ് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, നാളെ നമുക്ക് കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം ആൻഡ് ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ ബാക്കി വെച്ച ക്വസ്റ്റ്യൻസും അപ്പൊ ഇന്നത്തെ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ ബാക്കി വെച്ച കോർപ്പറേഷൻ ടാക്സിന്റെ ക്വസ്റ്റ്യൻസും അതേപോലെ നമ്മൾ ടാക്സ് പ്ലാനിങ്ങിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി ഈ രണ്ട് ക്വസ്റ്റ്യൻസും പ്ലസ് ആ പെൻഷന്റെ കാര്യങ്ങളും അതേപോലെ എന്താണ് നമുക്ക് വാറ്റ്, IHT, CGT ഈ ടോപ്പിക്സ് ആണ് ചെയ്യാൻ ബാക്കിയുള്ളത്. സോ ഇന്ന് നമ്മൾ ബേസിക്കലി കോർപ്പറേഷൻ ടാക്സിന്റെ ക്വസ്റ്റ്യൻസും അതേപോലെ ടാക്സ് പ്ലാനിങ്ങും പെൻഷന്റെ ഏരിയ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. ആൻഡ് നാളെ ആയിരിക്കും നമ്മൾ IHT, VAT ആൻഡ് CGT ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, കോർപ്പറേഷൻ ടാക്സിന്റെ ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് ടാക്സ് പ്ലാനിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, കോർപ്പറേഷൻ ടാക്സിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ ബേസിക്കലി നമുക്ക് ഇൻകം ടാക്സിന്റെ ആസ്പെക്ട്സും വരുന്നുണ്ട്, അതേപോലെ എന്തിന്റെ ആസ്പെക്ട്സും വരുന്നുണ്ട്, കോർപ്പറേഷൻ ടാക്സിന്റെ ആസ്പെക്ട്സും വരുന്നുണ്ട്. ഓക്കെ, ബോത്ത് ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും അതുപോലെ തന്നെ NICയുടെ ആസ്പെക്ട്സും വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിലബസിലെ 3 ഏരിയാസ്, അതായത് കോർപ്പറേഷൻ ടാക്സ്, ഇൻകം ടാക്സ്, NIC, ഈ 3 ഏരിയാസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, കവർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആദ്യം ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അതിനുശേഷം നമുക്ക് ആൻസറിലേക്ക് മൂവ് ചെയ്യാം. ആൻഡ് ഈ ക്വസ്റ്റ്യൻ 2023 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത്യാവശ്യം എന്താ പറയാ, ടാക്സ് പ്ലാനിങ്ങിന്റെ കോംപ്ലക്സിറ്റിയും അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കപ്ലാൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 100 ആണ്. ഓക്കെ, അപ്പൊ ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് നിങ്ങളൊന്ന് കോർപ്പറേഷൻ ടാക്സ് റിവൈസ് ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിവൈസ് ചെയ്ത് വന്നവർക്ക് ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ. യെസ്, ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് 25 March 2024 ആണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് 24-25ന്റെ റേറ്റ്സും കാര്യങ്ങളും ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നും പറയുന്നുണ്ട്. സോ നമുക്ക് സിനാരിയോയിലേക്ക് മൂവ് ചെയ്യാം. Kazu is currently employed at a gross annual salary of 200,000. ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കണം, എമൗണ്ടുകളും ഡേറ്റുകളും എന്ത് ചെയ്യാൻ നോക്കുക, ഹൈലൈറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ദാറ്റ് നമ്മൾ ആ പോയിന്റ്സ് എന്ത് ചെയ്യുന്നില്ല, മിസ് ഔട്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പോയിന്റ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, കെസുവോ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ കറന്റ്ലി എന്താണ്, എംപ്ലോയിഡ് ആണ്, എവിടെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. ആൻഡ് ആളുടെ ഗ്രോസ് ആനുവൽ സാലറി, ആള് ജോലി ചെയ്യുന്നിടത്തുനിന്ന് അയാൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് എത്രയാണ്, 200,000 ആണ്. ഓക്കെ, യെസ്. ഇനി Kazuo will continue to earn the same salary until he retires on 5th April 2028. ഈ ജോബിൽ നിന്ന് ആൾ എന്ന് റിട്ടയർ ആവും എന്നാ പറയുന്നത്, 5th April 2028 ആള് റിട്ടയർ ആവും എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ടാക്സ് ഇയർ 27-28 ആൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, റിട്ടയർ ആവുന്നുണ്ടാവുക. ആൻഡ് നമ്മുടെ കറന്റ് ടാക്സ് ഇയർ എന്ന് പറയുന്നത് 24-25 ആണ്. ഓക്കെ, യെസ്. സോ at which point his income will reduce to gross annual pension income of 55,000. അതായത് 2028 വരെ ആൾക്ക് ജോലിയുണ്ട്. ഓക്കെ, ആ ജോലിയിൽ നിന്ന് അയാൾക്ക് ഒരു വർഷം കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 200,000 pounds ആണ്. വൺസ് അയാൾ ജോലിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് സാലറി കിട്ടൂ? ഇല്ല. ജോലിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, പെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ 5th April 2028 ശേഷം ഓക്കെ അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 55,000 ആയിരിക്കും. ഓക്കെ, ഇത്രയും കാലം 200,000 വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ 28 ആൾക്ക് എത്രയേ കിട്ടുള്ളൂ, 55,000 കിട്ടുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ പെൻഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതല്ല, നമുക്ക് ഇങ്ങോട്ടേക്ക് പെൻഷൻ കിട്ടുന്നതാണ് കേട്ടോ, കൺഫ്യൂഷൻ വരരുത്.
ഇവിടെ കറക്റ്റ് പറയുന്നുണ്ട് his income will reduce to gross annual pension income. Annual pension income ആണ് 55,000 എന്ന് പറയുന്നത്, പെൻഷൻ കോൺട്രിബ്യൂഷൻസ് അല്ല. ഓക്കെ, യെസ്. അടുത്ത എന്താ പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ദിസ് മീൻസ് ദാറ്റ് കാസുവോ ഇസ് കറന്റ്ലി ആൻ അഡീഷണൽ റേറ്റ് ടാക്സ് പേയർ. അതായത് ഇപ്പൊ ആൾ 200,000 ഇൻകം ഏൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ 200,000 ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? ആളൊരു അഡീഷണൽ റേറ്റ് ടാക്സ് പേയർ ആണ് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, പക്ഷേ വൺസ് അയാളുടെ ജോലി പോയി കഴിഞ്ഞാൽ അയാൾക്ക് പെൻഷൻ മാത്രമല്ലേ കിട്ടുള്ളൂ. 55,000 ആണ് ആൾക്ക് കിട്ടുന്ന പെൻഷൻ. അപ്പം ആൾ ഏത് റേറ്റ് ടാക്സ് പെയർ ആയിരിക്കും? പി എ ഒക്കെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഏത് റേറ്റ് ടാക്സ് പെയർ ആയിട്ട് മാറും? ഹയർ റേറ്റ് ടാക്സ് പെയർ ആയിട്ട് മാറും. ശരിക്കും ഇതൊക്കെ നമുക്ക് ഈ 2 ലൈൻ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കത്തേണ്ട പോയിന്റ്സ് ആണ്. പക്ഷെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സിമ്പിൾ ആണ്. കാസുവോ ഇപ്പൊ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. ആ ജോലിയിൽ നിന്ന് ആൾക്ക് 200,000 സാലറി കിട്ടുന്നു. 5th April 2028 ആകുമ്പോഴത്തേക്കും അയാൾ ആ ജോലിയിൽ നിന്ന് പോവുകയാണ്. അതിനുശേഷം അയാൾക്ക് കിട്ടുന്നത് പെൻഷൻ ഇൻകം ആണ്. പെൻഷൻ ഇൻകം ആൾക്ക് എത്രയാണ് കിട്ടുന്നത്? 55,000 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ ആളൊരു അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആണ്. പെൻഷൻ കിട്ടി തുടങ്ങുമ്പോൾ ആളൊരു ഹയർ റേറ്റ് ടാക്സ് പെയർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സെന്റൻസ്, അടുത്ത പാരഗ്രാഫിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത പാരഗ്രാഫ് ഇതാണ്. കാസുവോ will undertake 40,000 of work on a freelance basis. ഓക്കെ, കാസുവോ ഇതിന് പുറമെ എന്താണ്? ഫ്രീലാൻസ് ആയിട്ട് ഒരു വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്ന് ആൾക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് 40,000 ആണ്. അതായത് നമ്മുടെ ഈ കറന്റ് ടാക്സ് ഇയറിലാണ് കേട്ടോ ആള് വേറൊരു ഫ്രീലാൻസ് വർക്ക് ഏറ്റെടുക്കുന്നതും. അതായത് ജോലിക്ക് പുറമെ ഒരു സൈഡ് ബിസിനസ് എന്നുള്ള രീതിക്ക് ആളൊരു എമൗണ്ട് ഏറ്റെടുക്കുകയാണ്, ലൈക്ക് ഒരു വർക്ക് ഏറ്റെടുക്കുകയാണ്. മൈക്ക് അൺമ്യൂട്ട് ആണല്ലോ, ഒന്ന് മ്യൂട്ട് ചെയ്തേടാ. ഫൈൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓക്കെ, കാസുവോ ഈ ജോലിക്ക് പുറമെ പാർട്ട് ടൈം ആയിട്ട് വേറൊരു വർക്കും കൂടി എടുക്കുന്നുണ്ട്. ആ വർക്കിന് ആൾക്ക് കിട്ടുന്നത് എത്രയാണ്? 40,000 ആണ് എന്ന് പറഞ്ഞു. ടു ക്യാരി ഔട്ട് ദിസ് വർക്ക് കാസുവോ വിൽ ഫോം എ ന്യൂ ലിമിറ്റഡ് കമ്പനി. ശ്രദ്ധിക്കുക, ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാസുവോ എന്ത് ചെയ്യാണ്? ഒരു കമ്പനി ഫോം ചെയ്യാണ്. ഓക്കെ, എനിക്ക് ഓൾറെഡി ഒരു ജോലി ഉണ്ട്. ആ ജോലിക്ക് പുറമെ ഞാനൊരു ടാസ്ക് ഏറ്റെടുക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു കമ്പനിയിൽ ഓഡിറ്റിംഗിൽ വർക്ക് ചെയ്യാണ് എന്ന് അസ്യൂം ചെയ്യാം. അതിന്റെ എംപ്ലോയ്മെന്റ് ആണ്. അപ്പൊ ശരിക്കും എന്റെ പാഷൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഫോട്ടോഗ്രാഫി ആണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഫോട്ടോഗ്രാഫി എനിക്ക് ഫ്രീലാൻസ്, അതായത് എനിക്ക് സമയം കിട്ടുമ്പോൾ, സീസൺ അല്ലാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്? ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വെഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യാറുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാന്നാ പറഞ്ഞത്? ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഈ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് എന്താണ്? സാക്കോ ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഓക്കെ, ഓഫ് വിച്ച് ഹി വിൽ ബി ആൻ എംപ്ലോയി. സംഭവം ഞാൻ എന്റെ സ്വന്തം കമ്പനി തുടങ്ങിയാലും അതിൽ ഞാൻ എന്താണ്? എന്നെ എംപ്ലോയി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, എന്നെ ഓണർ ആയിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ ആ കമ്പനിയിലെ ഒരു എംപ്ലോയി എന്നുള്ള രീതിക്കാണ് എന്നെ തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേ കത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് വല്ലാണ്ട് ആ ഒരു പോയിന്റ് കത്തണം എന്നില്ല. ഓക്കെ, സോ ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ മതി. ആൻഡ് ദിസ് ഫ്രീലാൻസ് വർക്ക് വിൽ നോട്ട് ഇൻവോൾവ് എനി എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40,000 കിട്ടും എന്ന് പറഞ്ഞു. ഓക്കെ, ഈ വർക്ക് ചെയ്യാൻ നമുക്ക് ചെലവൊന്നും ഇല്ല എന്നാ പറഞ്ഞത്, എക്സ്പെൻഡിച്ചേഴ്സ് ഒന്നും ഇല്ല. ആൻഡ് വിൽ ലാസ്റ്റ് ഫോർ ജസ്റ്റ് 1 ഇയർ. 6th April 2024 തുടങ്ങി 5th April 2025 ആകുമ്പോഴത്തേക്ക് ഈ വർക്ക് തീരും. ഓക്കെ, ഒരു വർഷം ഈ വർക്ക് ഉണ്ടാവുള്ളൂ. ആ വർക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് എന്ന് പറയുന്നത് 40,000 ആണ്. ആൻഡ് നമുക്ക് എന്തില്ല? എക്സ്പെൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, സാക്കോ ലിമിറ്റഡ് വിൽ പ്രിപ്പയർ accounts for the year ended 5th April 2025. Okay, yes. Ini Kazuo is looking at 3 alternative ways of extracting the profits of Zoku Limited. അതായത് ഈ സോക്കു ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഞാൻ തുടങ്ങിയ ഒരു കമ്പനിയാണ്. ആ കമ്പനിയിൽ നിന്ന് എനിക്ക് ഏൺ ചെയ്ത റവന്യൂ, ആ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വർക്ക് എടുക്കുന്നുണ്ട്. ആ വർക്കിന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 40,000 ആണ്. വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40,000 ആയിരിക്കും. ഓക്കെ, ഓക്കെ. അപ്പം ഒരു കമ്പനിക്ക് ഒരു വർഷം ലാഭമുണ്ട്. അതിന്റെ ലാഭം നമ്മൾ എടുക്കണമല്ലോ, വേണ്ടേ? യെസ്. അപ്പൊ ആ ലാഭം എങ്ങനെയൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാം എന്നുള്ള 3 ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പറയുന്നത്. ഓക്കെ,
അപ്പം സോക്കു ലിമിറ്റഡിൽ ഞാൻ ഷെയർ ഹോൾഡറും ആണ്, അറ്റ് ദ സെയിം ടൈം ഞാൻ എന്താണ്, എംപ്ലോയിയും ആണ്. അപ്പോ 3 ഓൾട്ടർനേറ്റീവ്സ് തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഈ 3 ഓൾട്ടർനേറ്റീവ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്തുള്ളത്, റിക്വയർമെന്റ്സ് ഉള്ളത്. സോ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. എനിക്കറിയാം നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ബിക്കോസ് ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു സാധനമല്ല. കുറച്ച് കൺഫ്യൂഷൻസും കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാവും, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. വൺസ് നമ്മൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എന്താവും, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ മാറി കിട്ടും. ഓക്കെ, യാ. സോ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമുക്കൊന്ന് നോക്കാം. After allowing for corporation tax, okay, Keswa will withdraw the entire net of tax profits as dividends during the tax year 24-25. ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് ഒന്നും കത്തിയിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സെന്റൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താണ് ഈ സെന്റൻസിൽ പറയുന്നതെന്നുള്ളത്. സോ ഞാനൊരു കാര്യം ചെയ്യാം, ഈ ഒരു സെന്റൻസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് തരാം, എന്താണ് അവർ പറയുന്നതെന്നുള്ളതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് തരാം. ഓക്കെ, സോ നമ്മൾ എന്തിന്റെ മുകളിലാണ് കോർപ്പറേഷൻ ടാക്സ് അടയ്ക്കാം? എനിക്ക് ജസ്റ്റ് ഒന്ന് ആൻസർ തന്നെ. നിങ്ങൾ കോർപ്പറേഷൻ ടാക്സ് റിവൈസ് ചെയ്തിട്ട് വന്ന ആൾക്കാരല്ലേ? നമ്മൾ ഏത് എമൗണ്ടിന്റെ മുകളിലാണ് കോർപ്പറേഷൻ ടാക്സ് അടയ്ക്കുക? ഒന്ന് പറഞ്ഞേ. ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആളുടെ ടാക്സബിൾ ഇൻകത്തിന്റെ മുകളിലാണ് ആൾ എന്തടയ്ക്കുക, കോർപ്പറേഷൻ ടാക്സ്, സോറി, ഇൻകം ടാക്സ് അടയ്ക്കുക. ഒരു കമ്പനി എന്തിന്റെ മുകളിലാണ് കോർപ്പറേഷൻ ടാക്സ് അടയ്ക്കുന്നത്? ഒന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ തന്നെ. യെസ്, ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ്സിന്റെ മുകളിലാണ് ഒരു കമ്പനി എന്ത് ചെയ്യുന്നുണ്ടാവുക, കോർപ്പറേഷൻ ടാക്സ് അടയ്ക്കുന്നുണ്ടാവുക. യെസ് ഓർ നോ? യെസ്. അതിലാർക്കും സംശയമില്ലല്ലോ? ഇല്ല. അപ്പോ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്തിട്ടല്ല കേട്ടോ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കമ്പനിക്ക് 100,000 ആണ് അവരുടെ TTP എന്ന് വിചാരിക്കാം. ഒരു കമ്പനിയുടെ TTP എത്രയാണ്? 100,000. 100 വേണ്ട, നമുക്കൊരു 10,000 മതി. ഓക്കെ, ഒരു കമ്പനിയുടെ TTP എന്ന് പറയുന്നത് 10,000 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ ഏത് റേറ്റിൽ കോർപ്പറേഷൻ ടാക്സ് കൊടുക്കണം? ഒന്ന് പറഞ്ഞേടാ. ഈ 10,000-ന് അവർ ഏത് റേറ്റിലാണ് കോർപ്പറേഷൻ ടാക്സ് കൊടുക്കുക? എത്ര പെർസെന്റേജ് ആ കോർപ്പറേഷൻ ടാക്സ് കൊടുക്കണ്ടേ? 19%. യെസ്. സോ 19% കോർപ്പറേഷൻ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ 1,900 അവരെന്ത് ചെയ്യണം? കോർപ്പറേഷൻ ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പൊ 10,000 അവരുടെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, അതിന് നമ്മൾ 1,900 എന്ത് കൊടുത്തു? കോർപ്പറേഷൻ ടാക്സ് കൊടുത്തു. റിമൈനിങ് ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, 10,000 1,900 പോയാൽ റിമൈനിങ് എത്ര ഉണ്ടാവും? എത്ര ഉണ്ടാവും പറഞ്ഞേ? നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. അതിൽ 1,900 നമ്മൾ എന്ത് ചെയ്തു? കോർപ്പറേഷൻ ടാക്സ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ റിമൈനിങ് എത്ര എമൗണ്ട് ആ കമ്പനിയിൽ ബാക്കി ഉണ്ടാവും? പറഞ്ഞേ മക്കളെ. 8,100 എക്സാക്ട്ലി. സോ 8,100 ബാക്കിയുണ്ട്. ഈ 8,100 എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഞാൻ ഒരു കമ്പനി തുടങ്ങി, എനിക്ക് 10,000 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, 1,900 ഞാൻ കോർപ്പറേഷൻ ടാക്സ് അടച്ചു, ബാക്കി 8,100 അവിടെ ബാക്കിയുണ്ട്. ഞാൻ എന്തായിരിക്കും 8,100 കൊണ്ട് ചെയ്യുന്നുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കടാ. ഞാനൊരു കമ്പനി തുടങ്ങി, ഞാൻ അതിലെ ഷെയർ ഹോൾഡർ ആണ്, ഞാൻ ടാക്സ് ഒക്കെ അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഒരു എമൗണ്ട് കമ്പനിയിൽ കിടക്കുന്നുണ്ട്. ആ എമൗണ്ട് എന്തായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ക്വസ്റ്റ്യനിൽ അതിന്റെ ആൻസർ ഉണ്ട് കേട്ടോ. യെസ്, അത് നമ്മൾ എന്തായിട്ട് കൊടുക്കും? ഡിവിഡൻസ് ആയിട്ട് കൊടുക്കും അല്ലേ? അത് നമ്മൾ ഡിവിഡൻസ് ആയിട്ട് കൊടുക്കൂലേ? അത് നമ്മൾ ഡിവിഡൻസ് ആയിട്ട് കൊടുക്കും. അതാണ് ബേസിക്കലി ഈ ഒരു സെന്റൻസ് കൊണ്ട് പറയുന്നത്. ഇനി നമുക്ക് ഈ സെന്റൻസ് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ആഫ്റ്റർ അലോവിങ് ഫോർ കോർപ്പറേഷൻ ടാക്സ്, ഓക്കെ, അതായത് കോർപ്പറേഷൻ ടാക്സ് പേ ചെയ്തതിന് ശേഷം Casvo will withdraw the entire net of tax profits. Net of tax profits എന്ന് പറഞ്ഞാൽ എന്താ? ഈ 10,000-ന്ന് 1,900, അതായത് നമ്മുടെ കോർപ്പറേഷൻ ടാക്സ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നെറ്റ് ഓഫ് പ്രോഫിറ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ടാക്സ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ടിനെയാണ് നെറ്റ് ഓഫ് ടാക്സ് പ്രോഫിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് കാസോ എന്ത് ചെയ്യും? ടാക്സ് അടച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് മൊത്തം ഡിവിഡൻഡ് ആയിട്ട് വിഡ്രോ ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് കത്തിയോടാ. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് പോയിന്റ് ആണ്. ലൈക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആവണം എന്നില്ല, അല്ലെങ്കിൽ ഈ സെന്റൻസ് ആദ്യമായിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കത്തണം എന്നില്ല. സോ ഇപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് ഓക്കെ ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തേ. ഓറൽസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു.
ഓക്കെ, ബാക്കിയുള്ളവരൊന്ന് റിപ്ലൈ നേടാം. ഓക്കെ, ഫൈൻ. അപ്പം ഈ ഒരു ഓൾട്ടർനേറ്റീവ് എങ്ങനെയാ നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മളോട് ചോദിക്കുന്നത് സോക്കോ ലിമിറ്റഡിലെ പ്രോഫിറ്റ് എങ്ങനെയൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാം, അതിനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഓൾട്ടർനേറ്റീവ് 1 ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഓൾട്ടർനേറ്റീവ് 1 എന്താണ്? കോർപ്പറേഷൻ ടാക്സ് മീൻസ് നമുക്ക് ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ് നിന്ന് നമ്മൾ കോർപ്പറേഷൻ ടാക്സ് പേ ചെയ്യുന്നു, ബാക്കി എമൗണ്ട് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് വിഡ്രോ ചെയ്യുന്നു. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമുക്ക് വായിച്ചു. ഓക്കെ, സോക്കോ ലിമിറ്റഡ് വിൽ പേ Kazuo gross directors remuneration of 8,000. Kazuo അവിടുത്തെ എംപ്ലോയി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് സോക്കോ ലിമിറ്റഡിൽ കെസുവോ ഒരു എംപ്ലോയിയും കൂടെ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോ കെസുവോ ലിമിറ്റഡിന് സോക്കോ ലിമിറ്റഡ് എന്ത് കൊടുക്കും? റെമ്യൂണറേഷൻ, സാലറി ആയിട്ട് ഒരു 8,000 കൊടുക്കും എന്ന് പറഞ്ഞു. സോക്കോ ലിമിറ്റഡ് വിൽ മേക്ക് എ പെൻഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് 32,000 into company's occupational pension scheme, okay, on Kazuo's behalf during the tax year 24-25. ഞാൻ പറഞ്ഞുതരാം, വൃത്തിക്ക് ഈ ഒരു സാധനം പറഞ്ഞുതരാം. അതായത് ഈ എക്സാമ്പിൾ അല്ല, ഞാൻ വേറെ നമ്മുടെ നേരത്തെ എക്സാമ്പിളിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞുതരാം എന്താണ് ഇവിടെ പറയുന്നത് എന്നുള്ളത്. ഇതും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വായിക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഒരു ഐഡിയ കിട്ടണം എന്നില്ല. സോ ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ. ഓക്കെ, സോ എഗെയിൻ എന്റെ കമ്പനിയിൽ ഓക്കെ 10,000 പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം ഈ 10,000 ഞാൻ 8,000 വേണ്ട, ഒരു 2,000, ഓക്കെ, 10,000 ഒരു 2,000 ഞാൻ ആർക്ക് കൊടുക്കുകയാണ്? നമ്മുടെ കെസുവോന് കൊടുക്കുകയാണ്. കെസുവോ എന്റെ കമ്പനിയിൽ എംപ്ലോയി ആണല്ലോ, അപ്പൊ ഞാൻ കെസുവോന് എന്ത് കൊടുക്കണം? എന്തെങ്കിലും റെമ്യൂണറേഷൻ കൊടുക്കണം. സോ 2,000 ഞാൻ റെമ്യൂണറേഷൻ ആർക്ക് കൊടുക്കുകയാണ്? കെസുവോന് കൊടുക്കുകയാണ്. ആൻഡ് റിമൈനിങ് ഇവിടെ എത്ര എമൗണ്ട് ഉണ്ട്? റിമൈനിങ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 8,000 ആണ്. 8,000 ഞാൻ എന്ത് ചെയ്യാണ്? കെസുവോന് വേണ്ടിയിട്ട്, ഓക്കെ, കെസുവോന് വേണ്ടിയിട്ട് ഒക്യുപേഷണൽ പെൻഷൻ സ്കീമിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പം എന്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഞാനൊന്നും കൂടി സിനാരിയോ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാം. 10,000 കമ്പനിക്ക് ലാഭം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് അടച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് അയാൾ ഡിവിഡൻഡ് ആയിട്ട് എടുക്കും. രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് 2,000 സാലറി ആയിട്ട് കെസുവോന് കൊടുക്കും, ബാക്കി 8,000, ഓക്കെ, ബാക്കി 8,000 എന്താണ്? ഒക്യുപേഷണൽ പെൻഷനിലേക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞത്. സോ മൈ ക്വസ്റ്റ്യൻ ഇസ് ദിസ്: കോർപ്പറേഷൻ ടാക്സിൽ, ഓക്കെ, കമ്പനിയുടെ കേസിൽ കമ്പനി അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒക്യുപേഷണൽ പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ, കമ്പനി അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒക്യുപേഷണൽ പെൻഷൻ പേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് നമ്മൾ ട്രീറ്റ് ചെയ്യാം? ഷുഡ് ബി ഡിഡക്ട് ഇറ്റ്, അല്ലെങ്കിൽ നമ്മളത് ഒന്നും ലൈക്ക് സീറോ ഇൻഡിക്കേറ്റ് ചെയ്യണോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. എന്റെ കമ്പനിയിലെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് പേ ചെയ്യാണ്? ഒക്യുപേഷണൽ പെൻഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഓൺ ബിഹാഫ് ഓഫ് ദ എംപ്ലോയി ഞാൻ ആ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒക്യുപേഷണൽ പെൻഷൻ പേ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ കമ്പനി പേ ചെയ്ത ആ ഒക്യുപേഷണൽ പെൻഷനെ നമ്മൾ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക? പറഞ്ഞേടാ. ഈ ഒക്യുപേഷണൽ പെൻഷൻ കമ്പനി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണല്ലോ, അല്ലെ? എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒക്യുപേഷണൽ പെൻഷൻ കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. ഓക്കെ, എനിക്ക് അറിയേണ്ടത് എത്രയേ ഉള്ളൂ. ഇസ് ദിസ് ആൻ അലൗബിൾ എക്സ്പെൻസ് ഫോർ ദ കമ്പനി, അല്ലെങ്കിൽ ഇതൊരു ഡിസ്അലൗഡ് എക്സ്പെൻഡിച്ചർ ആണോ? ഒക്യുപേഷണൽ പെൻഷൻ പെയ്ഡ് ബൈ സോക്കോ ലിമിറ്റഡ്. സോക്കോ ലിമിറ്റഡിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ, അല്ലെങ്കിൽ സോക്കോ ലിമിറ്റഡിന്റെ ബുക്സിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു അലൗബിൾ എക്സ്പെൻസ് ആണോ ഡിസ്അലൗഡ് എക്സ്പെൻഡിച്ചർ ആണോ? ഒന്ന് ഗസ് ചെയ്തു. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഗസ് ചെയ്തു. Is this an allowable expenditure or is this a disallowed expenditure? ഗസ് ചെയ്തേ. പറഞ്ഞേ മക്കളെ, അലൗബിൾ ആണോ ഡിസലൗഡ് ആണോ? ലെറ്റ്സ് സീ, അലൗഡ് ഓർ ഡിസലൗഡ് ആലോചിച്ച് നോക്കിയേ. കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. കമ്പനി നമ്മളെ കെസുവോന് ഒക്യുപേഷണൽ പെൻഷൻ കൊടുത്തു, ലൈക്ക് കെസുവോന് വേണ്ടിയിട്ട് ഒക്യുപേഷണൽ പെൻഷൻ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസ് ദിസ് ആൻ അലൗബിൾ, കമ്പനിക്ക് അതൊരു അലൗബിൾ എക്സ്പെൻസ് ആണോ ഡിസലൗഡ് എക്സ്പെൻഡിച്ചർ ആണോ? ബാക്കിയുള്ളവരുടെ ആൻസേഴ്സ് എവിടെയാണ്? നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്തോ, നോ ഇഷ്യൂസ്. ആൻസർ പറഞ്ഞേ.
ഒരൊറ്റ ആളുടെ കയ്യിൽ നിന്ന് റിപ്ലൈ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ആൻസർ പറഞ്ഞേ. എടാ ആൻസർ പറയടാ. കമ്പനി കസോന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒക്യുപേഷണൽ പെൻഷൻ കമ്പനിയുടെ ബുക്സിൽ അലൗഡ് ആണോ ഡിസലൗഡ് ആണോ? പറഞ്ഞേ 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 മക്കളെ, റിപ്ലൈ ചെയ്തേടാ. ബാക്കി എല്ലാരും പറഞ്ഞ ആൻസേഴ്സ് പറഞ്ഞേ. ഓക്കെ, ഇറ്റ്സ് ആൻ അലൗവബിൾ എക്സ്പെൻഡിച്ചർ ഫോർ ദി കമ്പനി. ഓക്കെ, കാരണം കമ്പനിയുടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒക്യുപേഷണൽ പെൻഷനിലേക്ക് ഒരു പൈസ കൊടുക്കുകയാണ്. ഓക്കെ, കമ്പനീനെ സംബന്ധിച്ച് അത് എന്താണ്? ഒരു എക്സ്പെൻസ് ആണല്ലോ. സോ ഇറ്റ്സ് ആൻ അലൗവബിൾ എക്സ്പെൻഡിച്ചർ. ഇത് നമ്മൾ ആ പെൻഷന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടി ഈ ടോപ്പിക്കിലേക്ക് വരും. ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഒക്യുപേഷണൽ പെൻഷൻ എംപ്ലോയർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഒക്യുപേഷണൽ പെൻഷൻ എംപ്ലോയർ ആണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എംപ്ലോയറുടെ ബുക്സിൽ നമുക്ക് അത് എന്ത് ചെയ്യാം? അലവബിൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. ഓക്കെ, പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഫൈൻ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ, നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് 40,000 ആണല്ലോ നമ്മുടെ കമ്പനിയിലെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ 40,000-ല് 8,000 എന്ത് ചെയ്തു? റെമ്യൂണറേഷൻ ആയിട്ട് നമ്മുടെ കസോന് കൊടുത്തു. ബാക്കി 32,000 കമ്പനി എന്ത് ചെയ്തു? ഒക്യുപേഷണൽ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. സോ ടോട്ടൽ 40,000-ല് സാലറി അലൗഡ് എക്സ്പെൻഡിച്ചർ ആണ്, ആൻഡ് അതേപോലെ 32,000 അലൗഡ് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഇനി കമ്പനിക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല. കമ്പനിക്ക് ഇനി എന്തില്ല? പ്രോഫിറ്റ്സ് ഇല്ല. ഓക്കെ, ഈ കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഫർദർ ക്ലാരിറ്റി കിട്ടും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഐ നോ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, ബട്ട് സ്റ്റിൽ ലെറ്റ്സ് സീ. ഓക്കെ, ഇനി കസോ ഹാസ് സഫിഷ്യന്റ് unused pension annual allowance so that a pension contribution of this amount will not result in any annual allowance charge. അതായത് പെൻഷനിലേക്ക് 32,000 കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കസോന് എന്ത് വരില്ല? എക്സ്ട്രാ ആനുവൽ അലവൻസ് ചാർജ് ഒന്നും വരില്ല. ബിക്കോസ് ആൾക്ക് എന്തുണ്ട്? സഫീഷ്യന്റ് ആനുവൽ അലവൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ റിക്വയർമെന്റ് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് പ്രോപ്പർലി അത് മനസ്സിലാവണം എന്നില്ല. സോ നമുക്ക് നോക്കാം. ഇനി മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവ് നമുക്ക് നോക്കാം. നിങ്ങൾ ഇവിടെ രണ്ട് ഓൾട്ടർനേറ്റീവ്സിലും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ പ്രോഫിറ്റ്സ് ഒക്കെ ആഫ്റ്റർ ഓൾ ആരുടെ കയ്യിലേക്ക് തന്നെയാണ് പോകുന്നത്? കസോയുടെ കയ്യിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനില് പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ആ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം അയാൾ സാലറി ആയിട്ട് എടുക്കുന്നുണ്ട്. ആഫ്റ്റർ ഓൾ ഇത് ആരുടെ കയ്യിലേക്ക് തന്നെയാണ് പോകുന്നത്? കസോയുടെ കയ്യിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, പക്ഷെ ഒന്ന് ഡിവിഡൻഡ് ആയിട്ടാണ് പോകുന്നത്, മറ്റേത് എന്താണ്? സാലറി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഡിവിഡൻഡ് ഇൻകത്തിന്റെ ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്, സാലറിയുടെ ട്രീറ്റ്മെന്റ് എന്താണ്? ഡിഫറെന്റ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഫൈൻ. ഇനി മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവ് നമുക്ക് നോക്കാം. കസോ വിൽ നോട്ട് വിത്ഡ്രോ എനി അമൗണ്ട്സ് ഡ്യൂറിംഗ് ദ ടാക്സ് ഇയർ 24-25. ഓക്കെ, കസോ 24-25 ഒരു എമൗണ്ടും എന്ത് ചെയ്യില്ല? ഡിവിഡൻസ് ആയിട്ട് വിത്ഡ്രോ ചെയ്യില്ല. പകരം the net of tax profits എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നില്ലേ? യെസ്, will be left undrawn in Zoco Limited until the tax year 28-29. അതായത് ടാക്സ് ഇയർ 28-29 വരെ അവർ ആ പ്രോഫിറ്റ് അവിടെ തന്നെ അങ്ങനെ വെക്കും. ഇവരെന്ത് ചെയ്യുന്നില്ല? കമ്പനിന്ന് ആ പ്രോഫിറ്റ് വിത്ഡ്രോ ചെയ്യുന്നില്ല. ഓക്കെ, വെൻ കസോ ഹാസ് റിട്ടയർഡ്, നമ്മൾ നേരത്തെ സിനാരിയോ വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 28-29 കസോ എന്ത് ചെയ്യും? ഇപ്പൊ ഉള്ള ജോലിയൊക്കെ വിട്ടിട്ട് പെൻഷൻ മാത്രം വാങ്ങി വീട്ടിലിരിക്കും എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ പറയുന്ന മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024-25 അയാൾ ആ പ്രോഫിറ്റ് അവിടെ തന്നെ വെക്കും. ഓക്കെ, പ്രോഫിറ്റ് വിത്ഡ്രോ ചെയ്യില്ല. പകരം ടാക്സ് ഇയർ 28-29 ആവുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യും? ആ പ്രോഫിറ്റ്സ് വിത്ഡ്രോ ചെയ്യും എന്നാണ് പറയുന്നത്. He will then withdraw the entire net of tax amount as dividends. അതായത് നെറ്റ് ഓഫ് ടാക്സ് എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് എന്ന് വിത്ഡ്രോ ചെയ്യുന്ന പറയുന്നത് 28-29 വിത്ഡ്രോ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൾട്ടർനേറ്റീവ് 1ഉം 3ഉം കാൽക്കുലേഷൻസ് സെയിം ആണ്. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ഇയർ മാറി എന്നുള്ളതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 3 കാൽക്കുലേഷൻസിന്റെയും 3 ഓൾട്ടർനേറ്റീവ്സിന്റെയും ഇനിയും ഫെർദർ ഐഡിയാസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് റിക്വയർമെന്റ്സ് ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ ഇങ്ങനെ അവിടെ ഇവിടെയും വായിച്ചു വെച്ചു എന്നുള്ളതിന്റെ അപ്പുറം നമുക്ക് എന്താണ് റിക്വയർമെന്റ് എന്നുള്ളത് സ്പെസിഫിക്കലി മനസ്സിലായിട്ടില്ല. ആ റിക്വയർമെന്റ് മനസ്സിലായാലേ നമുക്ക് എന്തിനാണ് ഈ ഇൻഫർമേഷൻ എന്നുള്ളത് മനസ്സിലാവും.
സോ ബേസിക്കലി ഞാനിപ്പോ പറഞ്ഞ ഈ 3 ഓൾട്ടർനേറ്റീവ്സും നമ്മുടെ ക്വസ്റ്റ്യന്റെ സിനാരിയും ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോടാ. ഞാൻ പറയുന്ന ഫുൾ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടില്ല, ഓക്കെ, ബിക്കോസ് ഇത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊരു ഒരു അനാലിസിസ് കിട്ടിയോ, ഓർ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയോ? ട്രേഡിംഗ് ഇൻകം ഇൻ ബോത്ത് ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേഷൻ ടാക്സ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോ സിനാരിയോ ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫായിട്ട് പറയുകയാണെ. സിനാരിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഓൾറെഡി ഒരു ജോലിയുണ്ട്. അതിന് പുറമെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കമ്പനി തുടങ്ങിയിട്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ ആ കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ലാഭം, ഓക്കെ, എങ്ങനെയൊക്കെ ഞാൻ വിഡ്രോ ചെയ്യണം എന്നുള്ള 3 ഓൾട്ടർനേറ്റീവ്സ് ആണ് തന്നിട്ടുള്ളത്. ആ 3 ഓൾട്ടർനേറ്റീവ്സ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിക്വയർമെന്റ് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് റിക്വയർമെന്റ്. Assuming that Keswo withdraws the entire net of tax profits of Zoku Limited as dividends, alternative 1 ആണ് അവരവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഡ്യൂറിംഗ് ദ ടാക്സ് ഇയർ 24-25. അതായത് ഓൾട്ടർനേറ്റീവ് 1നെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 റിക്വയർമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഓൾട്ടർനേറ്റീവ് 1നെ ബേസ് ചെയ്തിട്ട് അവർ ചോദിക്കുകയാണ്, കാൽക്കുലേറ്റ് ദ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി ഓഫ് Zoku Limited ഫോർ ദ ഇയർ എൻഡ് 5th April 2025. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇയർ എൻഡ് 5th April 2025 കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എത്രയാ മാർക്ക് വെയിറ്റേജ്? ഒരൊറ്റ മാർക്ക് ഇതിന്റെ വെയിറ്റേജ് ഉള്ളൂ. സോ നമ്മൾ ഭയങ്കരമായിട്ടുള്ള കാൽക്കുലേഷൻസിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ കാൽക്കുലേഷന്റെ ആവശ്യമില്ല. ഓക്കെ, അറിയുന്നവർക്ക് ഇതൊരു സിംഗിൾ ലൈൻ കാൽക്കുലേഷൻ മാത്രമായിരിക്കും. ഓക്കെ, ഹാർഡ്ലി ഒരു 30 seconds കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഞാനൊരു ക്ലൂ തരാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞു കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുക TTPയുടെ മുകളിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ്. കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി നമ്മൾ എന്തിന്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ്സിന്റെ മുകളിലാണ്. ഇയാൾക്ക് ഈ വർഷം ഉള്ള റവന്യൂ എന്ന് പറയുന്നത് 40,000. ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് 40,000 ആണ് തന്നിട്ടുണ്ട്. വേറൊരു എക്സ്പെൻസും അയാൾക്ക് ആ കമ്പനിയിൽ ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ TTP എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? ഒന്ന് പറഞ്ഞേടാ. ഇയാളുടെ TTP എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? മക്കളെ പറഞ്ഞേടാ, ഇയാളുടെ TTP എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40,000 തന്നെയായിരിക്കും. കാരണം വേറെ ഡിഡക്ഷൻസ് ഇല്ല, എക്സ്പെൻസ് ഇല്ല, വേറെ ഒരു അഡ്ജസ്റ്റ്മെന്റ്സും നമുക്കില്ല. സോ ബേസിക്കലി ഇയാളുടെ റവന്യൂ, ഓക്കെ, ഇയാൾക്ക് കിട്ടിയിട്ടുള്ള ഇൻകം തന്നെയായിരിക്കും ഇയാളുടെ എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ്പെൻസ് ഇല്ലാത്തത് കൊണ്ട് ആ ഇൻകം തന്നെയാണ് എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് മനസ്സിലായി TTP 40,000 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചേടാ. പെട്ടെന്ന് കണ്ടുപിടിച്ചേ. TTP 40,000 ആണെങ്കിൽ വാട്ട് ഇസ് ദ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി? ഏത് റേറ്റാ നമ്മൾ അപ്ലൈ ചെയ്യുക? 19 or 25? പറഞ്ഞേ. മക്കളെ ആൻസർ പറഞ്ഞേടാ. 19% ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് ഫൈൻഡ് ദി കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി. കുറെ പേര് ആൻസർ തന്നിട്ടുണ്ട്. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് മിനിറ്റ്. റിക്വയർമെന്റിന്റെ പേര് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുകയാണ്, നോട്ട് മാൻഡേറ്ററി ബട്ട് സ്റ്റിൽ, കമ്പ്യൂട്ടേഷൻ ഓഫ് കോർപ്പറേഷൻ ടാക്സ് liability. Computation of corporation tax liability which is equal to TTP. TTP എന്ന് പറയുന്നത് എത്രയാണ്? 40,000 ആണ്. ആൻഡ് റേറ്റ് എന്ന് പറയുന്നത് 19% ആണ്. ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, ഒറ്റ ലൈനിൽ ചെയ്താൽ മതി. കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40,000
ഇൻറ്റു ഈ ഒരു റേറ്റ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 7600. സിമ്പിൾ ആണ്. ഒരു മാർക്ക് കിട്ടാൻ എന്തെങ്കിലും പണിയുണ്ടോടാ? ഒരു മാർക്ക് കിട്ടാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ജസ്റ്റ് TTP അതാന്ന് ഐഡന്റിഫൈ ചെയ്യുക, റേറ്റ് 19 മനസ്സിലാക്കുക, ആൻഡ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കിട്ടി. ഇനി ആർക്കെങ്കിലും റേറ്റ് എങ്ങനെയാ 19% ആയി എന്നുള്ളതിൽ സംശയമുണ്ടോ? ആർക്കെങ്കിലും റേറ്റ് എങ്ങനെയാ 19% ആയത് എന്നുള്ളത് സംശയമുണ്ടോ? 50,000 ബിലോ ആണെങ്കിൽ ഇറ്റ്സ് 19%, ആൻഡ് 250,000 മുകളിലാണെങ്കിൽ ഇറ്റ്സ് 25%. എല്ലാവർക്കും ആ ബേസിക് ആയിട്ടുള്ള കാര്യം അറിയാമെന്ന് വിചാരിക്കുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ റേറ്റ്സിന്റെ മുകളിൽ വല്ലാണ്ട് എക്സ്പ്ലനേഷൻ തരാത്തത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി. ഇനി ബി റിക്വയർമെന്റ് എയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ റിക്വയർമെന്റ് നോക്കാം. കാൽക്കുലേറ്റ് ദ ഇൻകം ടാക്സ് പേയബിൾ ബൈ കാസുവോ ഇൻ റെസ്പെക്ട് ഓഫ് എസ് ഡിവിഡൻഡ് ഇൻകം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റിക്വയർമെന്റ് ഇവിടെ ഹെഡിങ് ആയിട്ട് കൊടുത്തിടാം. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ടാക്സ് പേയബിൾ. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ടാക്സ് പേയബിൾ. ഇപ്പോ നമ്മൾ പറഞ്ഞു ഈ 7600 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് കെസോ എന്ത് ചെയ്യാണ്? ഡിവിഡൻഡ് ആയിട്ട് വിഡ്രോ ചെയ്യാണ് എന്ന് പറഞ്ഞു. ആണോ അല്ലയോ? യെസ് ഓർ നോ? എക്സൽ സ്ക്രീൻ കാണുന്നില്ലേടാ നിങ്ങൾക്ക്? ഓക്കെ, ഒരു മിനിറ്റ്, ഞാനൊന്ന് എക്സൽ ഒന്ന് ഇതാക്കാം. ഇപ്പൊ കാണുന്നുണ്ടോടാ എക്സല്? ഹാഫ് എക്സലും ഹാഫ് ഞാൻ കിറ്റാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കെസുവോ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആണ്. ഓക്കെ, കോർപ്പറേഷൻ ടാക്സ് ഈ TTP കഴിഞ്ഞിട്ട് കോർപ്പറേഷൻ ടാക്സ് അടച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് കെസുവോ എന്ത് ചെയ്യാണ്? ഡിവിഡൻസ് ആയിട്ട് വിഡ്രോ ചെയ്യാണ്. ഓക്കെ, അതായത് കെസുവോ എന്ന് പറയുന്ന ഇൻഡിവിജ്വലിന് എന്ത് കിട്ടുകയാണ്? ഡിവിഡൻസ് കിട്ടുകയാണ്. യെസ് ഓ നോ? യെസ്. അപ്പൊ ആ ഡിവിഡൻഡിന് ആൾ എന്ത് കൊടുക്കണം? നിങ്ങൾ പറഞ്ഞേ. കെസുവോയുടെ കയ്യിൽ കിട്ടുന്ന ഡിവിഡൻഡിന് ഓക്കെ ആൾ എന്ത് കൊടുക്കണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങള്. ആൻസേഴ്സ് വരട്ടെ, പെട്ടെന്ന് 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 ആൻസേഴ്സ് തന്നേടാ. യെസ്, ഇൻകം ടാക്സ് കൊടുക്കണം. വേണോ വേണ്ടയോ? നമ്മൾ പഠിച്ചിട്ടില്ലേ ഇൻകം ടാക്സില് നോൺ സേവിങ്സ് ഇൻകം എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ട്, സേവിങ്സ് ഇൻകം എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ട്, ഡിവിഡൻഡ് ഇൻകം എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ട്. ഈ ഡിവിഡൻഡ് ഇൻകം അല്ലേ ഇയാൾക്ക് കിട്ടിയിട്ടുള്ള ഡിവിഡൻഡ്? യെസ്. ആ ഡിവിഡൻഡിന് അയാൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാവർക്കും കിട്ടിയോടാ? ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാവർക്കും കിട്ടിയോ? ഈ കമ്പനിയിൽ നിന്ന് 40,000 കഴിഞ്ഞിട്ട് 40,000 ടോട്ടൽ ആ കമ്പനിയുടെ പ്രോഫിറ്റ്, ആ 40,000 നിന്ന് കോർപ്പറേഷൻ ടാക്സ് അടച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 32,400 ഇയാള് ഡിവിഡൻഡ് ആയിട്ട് വിഡ്രോ ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിന് ഡിവിഡൻഡ് കിട്ടുകയാണ്. ആ ഡിവിഡൻഡിന് ആ ഇൻഡിവിജ്വൽ എന്ത് അടയ്ക്കണം? ഇൻകം ടാക്സ് അടയ്ക്കണം. ഈ പറഞ്ഞ പോയിന്റ് എല്ലാവർക്കും ഓക്കെ ആണോ എന്നൊന്ന് പറഞ്ഞേ മക്കളെ. ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തടാ. ഓക്കെ അല്ലെങ്കിൽ പറഞ്ഞു, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, നോ ഇഷ്യൂസ്. എങ്ങനെയാണ് അവിടെ ഡിവിഡൻഡ് ഇൻകം വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ഇൻകം ടാക്സ് വന്നത് എന്നൊന്ന് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ? കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ മക്കളെ. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, കിട്ടിയാലും ഒരു യെസ് പറയാ, കിട്ടിയില്ലെങ്കിൽ നോ, നോ ഇഷ്യൂസ്. ഇവിടെ മക്കളെ റെസ്പോണ്ട് ചെയ്യടാ. നോ ആണെങ്കിൽ നോ പറഞ്ഞോ, പ്രശ്നമില്ല. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും. ഷുവർ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഈ എക്സാമ്പിള് ജസ്റ്റ് ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണേ. ഓക്കെ, എനിക്ക് നേരത്തെ എക്സാമ്പിൾ എടുക്കാം. എനിക്കൊരു ഫോട്ടോഗ്രാഫി കമ്പനി ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. എനിക്ക് എന്തുണ്ട്? ഒരു ഫോട്ടോഗ്രാഫിയുടെ കമ്പനി ഉണ്ട്.
ആ കമ്പനിയിൽ നിന്ന് എനിക്ക് മൊത്തം കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 40,000 ആണ്. ഞാൻ ആ കമ്പനിയിൽ എന്തടയ്ക്കുന്നുണ്ട്? കോർപ്പറേഷൻ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഞാൻ ആ കമ്പനിയുടെ പ്രോഫിറ്റിന്റെ മുകളിൽ അടച്ച കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ഒന്ന് ഓൾട്ടർ ചെയ്യാം. ഓക്കെ, 25,000 ആയിക്കോട്ടെ നമ്മുടെ പ്രോഫിറ്റ്. 25,000ന്റെ മുകളിൽ നമ്മൾ എത്ര പെർസെന്റേജ് കോർപ്പറേഷൻ ടാക്സ് അടയ്ക്കണം? ഇത്രയായിരിക്കും നമ്മൾ അടയ്ക്കേണ്ടി വരിക. ഓക്കെ, അപ്പൊ ബാക്കി ഇവിടെ കുറച്ച് ലാഭമുണ്ട്. അതായത് 20,000 4,750 പോയി കഴിഞ്ഞാൽ ബാക്കി 20,250 എന്തുണ്ട്? ഇവിടെ ലാഭമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഈ ലാഭം ഇതിന്റെ ഷെയർ ഹോൾഡർ ആയ ഞാൻ, ഓക്കെ, ഇതിന്റെ ഷെയർ ഹോൾഡർ ആയ ഞാൻ എന്ത് ചെയ്യാണ്? വിഡ്രോ ചെയ്യാണ് എന്നാണ് പറയുക. ഷെയർ ഹോൾഡർ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ എന്താ വിളിക്കുക? ഡിവിഡൻസ് എന്നാണ് വിളിക്കുക. ആണോ അല്ലയോ? യെസ്. അപ്പോ ഞാൻ, ഓക്കെ, ഞാൻ എന്ന് പറയുന്ന ഇൻഡിവിജ്വല് ഈ എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് എടുക്കുവാണെങ്കിൽ, ഒരു ഇൻഡിവിജ്വലിന് ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു ഇൻകം കിട്ടുവാണെങ്കിൽ അതിനാൾ എന്ത് കൊടുക്കണം? ഇൻകം ടാക്സ് കൊടുക്കണം. വേണോ വേണ്ടയോ? യെസ് ഓർ നോ? ഒരു ഇൻഡിവിജ്വലിന് കുറച്ച് ഡിവിഡൻഡ് ഇൻകം കിട്ടുവാണെങ്കിൽ നിർബന്ധമായിട്ടും ആൾ എന്ത് കൊടുക്കണം? ഇൻകം ടാക്സ് കൊടുക്കണം. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ മക്കളെ? ഇല്ല. എന്തായാലും ഇൻകം ടാക്സ് കൊടുക്കണം. ഓക്കെ, ഈ സെയിം സാധനം തന്നെ എവിടെയും പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഈ 40,000 നമ്മൾ ടാക്സ് അടച്ചു. 7,600 നമ്മൾ ടാക്സ് അടച്ചത്. ബാക്കിയുള്ള 32,400 ഇതാണ് നെറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന എമൗണ്ട് കേട്ടോ. നെറ്റ് ഓഫ് ടാക്സ്. ഓക്കെ, നെറ്റ് ഓഫ് ടാക്സ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് ഈ എമൗണ്ടിനെയാണ്. ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പ്രോഫിറ്റ്സ്. ഓക്കെ, ഈ എമൗണ്ട് മൊത്തം നമ്മുടെ ഓൾട്ടർനേറ്റീവ് 1 വേണമെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. കാസോ വിൽ വിഡ്രോ ദി എൻറ്റയർ നെറ്റ് ഓഫ് ടാക്സ് പ്രോഫിറ്റ്സ്. നെറ്റ് ഓഫ് ടാക്സ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് ഈ 32,400 ആണ്. ഇത് മൊത്തം കാസുവോ വിഡ്രോ ചെയ്യുന്ന പറയുന്നത് എന്തായിട്ട്? ഡിവിഡൻസ് ആയിട്ട്. അപ്പൊ കാസുവോന് ഡിവിഡൻഡ് കിട്ടുവാണോ? കാസുവോന് ഡിവിഡൻഡ് കിട്ടിയ കാസുവോ അതിന് എന്തടയ്ക്കണം? ഇൻകം ടാക്സ് അടയ്ക്കണം. ഇതുവരെ ഓക്കെ ആണോ പറഞ്ഞത്? കാസുവോന് കിട്ടിയ ഡിവിഡൻഡിന്റെ മുകളിൽ കാസുവോ ഇൻകം ടാക്സ് അടയ്ക്കണം. ഞാൻ പറഞ്ഞത് ഓക്കെ ആണോടാ? റെസ്പോണ്ട് ചെയ്തേ മക്കളെ, ഞാൻ പറഞ്ഞത് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനു മുന്നേ റിക്വയർമെന്റ് നമ്മൾ ഒന്നും കൂടെ റീവിസിറ്റ് ചെയ്യാണ്. ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, കാൽക്കുലേറ്റ് ദി ഇൻകം ടാക്സ് പേയബിൾ ബൈ കാസുവോ ഇൻ റെസ്പെക്ട് ഓഫ് ഹിസ് ഡിവിഡൻഡ് ഇൻകം. മൊത്തം ഇൻകംസിന്റെ ഇൻകം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാനാണോ പറഞ്ഞത്? ഓറൽസ് ഡിവിഡൻഡ് ഇൻകത്തിന്റെ മുകളിൽ വരുന്ന ഇൻകം ടാക്സ് കണ്ടുപിടിക്കാനാണോ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞേ, റിക്വയർമെന്റ് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞേ. അയാൾക്കുള്ള മൊത്തം വരുമാനത്തിന്റെ ഇൻകം ടാക്സ് കണ്ടുപിടിക്കണോ? ഓറൽസ് സ്പെസിഫിക്കലി ഈ ഡിവിഡൻഡ് ഇൻകത്തിന്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? ഡിവിഡൻഡ് ഇൻകത്തിന്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, യെസ്. എങ്ങനെയാ നമ്മൾ ഡിവിഡൻഡ് ഇൻകത്തിന്റെ മാത്രം ഇൻകം ടാക്സ് കണ്ടുപിടിക്കാടാ? ഇങ്ങനെ ഏത് റേറ്റ് ആണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാവുക? നിങ്ങൾ പറഞ്ഞേ. എനിക്കിപ്പോ ഡിവിഡൻഡ് ഇൻകത്തിന്റെ ഇൻകം ടാക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവിഡൻഡ് ഇൻകം 32,400 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, എങ്ങനെയാണ് ഞാൻ ഇതിന്റെ ഇൻകം ടാക്സ് കണ്ടുപിടിക്കുക? ഇൻകം ടാക്സ് ലയബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ ഏത് റേറ്റാ കൊടുക്കുക? നോക്കട്ടെ എത്ര പേർക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേടാ. ഇതിന്റെ ഇൻകം ടാക്സ് ലയബിലിറ്റി എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഓറൽസ് ഏത് റേറ്റ് ആണെന്നുള്ളത് എങ്ങനെയായിരിക്കും? അഡീഷണൽ റേറ്റ്. യെസ്, കറക്റ്റ്. എങ്ങനെ അഡീഷണൽ റേറ്റിലേക്ക് എത്തിയത്? സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആണ് പറഞ്ഞിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ്, അവിടെയാണ് നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാവരും ഓൺ ട്രാക്ക് ആണ്. വെരി ഗുഡ്. സോ നിങ്ങൾ ക്വസ്റ്റനിലെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നുണ്ട്. അതന്നെ നല്ലൊരു കാര്യമാണ്. ക്വസ്റ്റനിലെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹാഫ് ഓഫ് ദ പ്രോബ്ലം ഇസ് സോൾവ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ പോയിന്റ്സ് വരുമ്പോൾ എന്ത് ചെയ്യുക? ഹൈലൈറ്റ് ചെയ്യുക. നമുക്ക് റിക്വയർമെന്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നേരത്തെ നമുക്ക് അറിയില്ലായിരുന്നു എന്തിനാണ് ഇയാൾ ഹയർ റേറ്റ് ആണോ അഡീഷണൽ ആണോ എന്നൊക്കെ നമ്മളോട് പറഞ്ഞു തന്നെ നമുക്ക് അറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? കണക്ഷൻസ് കിട്ടി. ഓക്കെ, അപ്പോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ വർഷം ഓൾറെഡി അയാൾക്ക് 200,000 ഇൻകം ഉണ്ട്. സോ അയാൾ അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആണ് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ഡിവിഡൻഡ് ഇൻകത്തിന്റെ ഇൻകം ടാക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? അഡീഷണൽ റേറ്റ് അപ്ലൈ ചെയ്താൽ മതി. പോരെ? മതി. ഇൻകം ടാക്സ് ലയബിലിറ്റി. അതിനു മുന്നേ ഡിവിഡൻഡ് ഇൻകത്തിന് എന്തെങ്കിലും റിലീഫ് കിട്ടോടാ? നമ്മൾ ഏത് റേറ്റ് ടാക്സ് പെയർ ആണെങ്കിലും ഡിവിഡൻഡ് ഇൻകത്തിന് എന്തെങ്കിലും റിലീഫ് ഉണ്ടോ? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, ഡിവിഡൻഡ് ഇൻകത്തിന് എന്തെങ്കിലും റിലീഫ് ഉണ്ടോ? യെസ്, എക്സാക്ട്ലി 500 എന്താണ് റിലീഫ് കിട്ടും. ഡിവിഡൻഡ് ഇൻകത്തിലെ ആദ്യത്തെ 500 നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ടോട്ടൽ എന്റെ ഡിവിഡൻഡ് ഇൻകം എന്ന് പറയുന്നത് 32,400 ആണ്. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കാം, ഇതൊന്ന് പി എ കുറയ്ക്കണ്ടേടാ? ഇതൊന്ന് പി എ കുറയ്ക്കണ്ടേ? നമ്മൾ ഇൻകം ടാക്സ് ലയബിലിറ്റി ആണല്ലോ കണ്ടുപിടിക്കുന്നേ. പി എ കുറയ്ക്കണ്ടേ ഇതൊന്ന്? ജെന്യൂൻ ആയിട്ടുള്ള സംശയമല്ലേ? ഇതൊന്ന് പി എ കുറയ്ക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊന്ന് പി എ കുറയ്ക്കണ്ടേ? നമ്മൾ എന്താ ഇവിടെ കുറയ്ക്കാത്തെ? നോക്കട്ടെ എത്ര പേർക്ക് ആ പോയിന്റ് കിട്ടും എന്നുള്ളത്. ഞാനിവിടെ എന്താ പി എ കുറയ്ക്കാഞ്ഞ്? ഓൾറെഡി അഡീഷണൽ റേറ്റ് എത്തിയത് കൊണ്ടാണ്. യെസ്, കറക്റ്റ്. ബിക്കോസ് ഒന്നാമത്തെ കാര്യം, ഇയാളുടെ ഇൻകം എന്ന് പറയുന്നത് 200,000 ആണ്. ദാറ്റ് മീൻസ് അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം 125, 140ന്റെ മുകളിൽ പോയത് കൊണ്ട് തന്നെ പി എ ഇല്ലല്ലോ. ഇയാൾക്ക് ആദ്യമേ 200,000 ഇൻകം ഉണ്ട്. പി എ ഉണ്ടെങ്കിൽ തന്നെ അത് ഓൾറെഡി യൂട്ടിലൈസ്ഡ് ആയി പോയിട്ടുണ്ടാവും. ഓക്കെ, നമ്മള് ഈ നോൺ സേവിങ്സിന്റെ ഇൻകത്തിന്റെ മുകളിൽ ആദ്യം പി എ കുറച്ചിട്ടല്ലേ നമ്മൾ ഡിവിഡൻഡിന്റെ മുകളിലേക്കൊക്കെ വരിക. അപ്പൊ പി എ ഉണ്ടെങ്കിൽ തന്നെ ആദ്യം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നത് ഈ ഡിവിഡൻഡ് ഇൻകത്തിന്റെ മാത്രം ടാക്സ് ആണ്. ഓക്കെ, അപ്പം ഓൾറെഡി പി എ ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ചിട്ടുണ്ടാവും. ഇവിടെ ഇല്ല, ഈ സിറ്റുവേഷനിൽ പി എ ഇല്ല. ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്? പിന്നെയും വന്നിട്ട് ഇവിടെ കുറയ്ക്കാത്തത്. ഇവിടെ നമ്മൾ മൊത്തം ഇൻകം ടാക്സ് ലയബിലിറ്റി അല്ല കണ്ടുപിടിക്കുന്നത്, നമ്മൾ ഡിവിഡൻഡ് ഇൻകത്തിന്റെ മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഡിവിഡൻഡ് ഇൻകത്തിന്റെ മുന്നേ അയാൾക്ക് എന്തുണ്ടായിരുന്നു? എംപ്ലോയ്മെന്റ് ഇൻകം ഉണ്ടായിരുന്നു. അതിൽ ഓൾറെഡി നമ്മൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? പി എ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ആ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ മക്കളെ? ഇന്നലത്തെ അത്ര രസമില്ലല്ലോ. നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ആലോചിക്കാനുണ്ട്. കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഒന്ന് ആലോചിച്ചാണ് അനാലിസിസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഭയങ്കര രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ മൊത്തം ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ കാണിച്ചു തരാം. ഇത് ഈ ക്വസ്റ്റ്യൻ ആവശ്യമില്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു പി എന്റെ കേസ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, റിക്വയർമെന്റിന് കണക്ട് ചെയ്തിട്ടല്ല ഞാനിപ്പോ ആൻസർ ചെയ്യുന്നത്. ഓക്കെ, ടാക്സ് ഇയർ 24-25 അയാൾക്ക് എന്തൊക്കെ ഇൻകം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സാലറി ഉണ്ടല്ലോ 200,000. യെസ്, സാലറി ഉണ്ട് 200,000. മനസ്സിലായവര് ഇത് ഒഴിവാക്കിക്കോട്ടോ, ഈ കാൽക്കുലേഷൻ ശ്രദ്ധിക്കണമെന്നേ ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രമാണ് കേട്ടോ. ഓക്കെ, സാലറി 200,000 ഉണ്ട്. അതിന് പുറമെ ആൾക്ക് എന്തുണ്ട്? ഡിവിഡൻസും കൂടെ കിട്ടുന്നുണ്ട്. എത്രയാണ് ഡിവിഡൻസ് കിട്ടുന്നത്? 30-400. ഓക്കെ, സോ നമ്മുടെ ടോട്ടൽ ഓർ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ ഓർ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് total or net income would be 200,000. അതായത് ടോട്ടൽ എന്ന് പറയുന്നത് 230-400 ആണ് നമ്മുടെ ടോട്ടൽ അല്ലെങ്കിൽ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ഇതുവരെ സംശയമൊന്നുമില്ലല്ലോ. സാധാ നമ്മുടെ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതുവരെ സംശയം ഉണ്ടോ ആർക്കെങ്കിലും? പറഞ്ഞേ, ഇതുവരെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യവും കണക്ട് ചെയ്യണ്ട. ഈ സിനാരിയോയില് ഞാൻ പി എക്ക് എലിജിബിൾ ആണോ അല്ലയോ? പറഞ്ഞേ മക്കളെ, ഈ സിനാരിയോയില് എനിക്ക് പി എ കിട്ടാൻ ഞാൻ എലിജിബിൾ ആണോ അല്ലയോ?
Why? Okay, no, correct ആണ്. Why? I need the reason. എന്ത് 125 140 ഹയർ ആണ്? യെസ്, അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം. സാലറി അല്ല, നോൺ സേവിങ്സ് ഇൻകം അല്ല, ഡിവിഡൻഡ് ഇൻകം അല്ല, അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം 125 140 ഹയർ ആയതുകൊണ്ടാണ്. ഇനി അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ഈ അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം? ഫോർമുലാസ് തന്നേടാ. അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകത്തിന്റെ ഫോർമുല തന്നെ നിങ്ങൾ എല്ലാവരും പഠിച്ച് ഏകദേശം ബൈ ഹാർട്ട് ചെയ്ത ഫോർമുല ആയിരിക്കും. വാട്ട് ഈസ് അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം? എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഫോർമുല ടോട്ടൽ ഓർ നെറ്റ് ഇൻകം പ്ലസ് ഗിഫ്റ്റ് ഡൊണേഷൻ പ്ലസ് പെൻഷൻ. ഓക്കെ, ബാക്കിയുള്ളവരുടെ ആൻസേഴ്സ് എവിടെ? നെറ്റ് ഇൻകം മൈനസ് ഗ്രോസ് ഗിഫ്റ്റ് ഡൊണേഷൻ മൈനസ് പേഴ്സണൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ. ഇവിടെ പേഴ്സണൽ പെൻഷൻ കോൺട്രിബ്യൂഷൻസ് ഇല്ല, ഗിഫ്റ്റ് ഡൊണേഷൻസ് ഇല്ല. സോ ടോട്ടൽ ഓർ നെറ്റ് ഇൻകം തന്നെയാണ് ഇതെന്ന് പറയുന്നത്, അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും നിങ്ങളുടെ NSI 125 140 മുകളിൽ പോയത് കൊണ്ടോ നിങ്ങളുടെ സാലറി 125 140 മുകളിൽ പോയത് കൊണ്ടോ അല്ല എന്ത് PA കിട്ടാത്തത്. PA റെഡ്യൂസ് ആകുന്നത് അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം 125 140 മുകളിൽ പോയത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക കേട്ടോ. ഓക്കെ, അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം 125 140 മുകളിൽ പോയത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഡൗട്ട്സ് ഉണ്ടോടാ ആ പോയിന്റില്? മക്കളെ ഡൗട്ട്സ് ഉണ്ടോ ആ പോയിന്റില്? നോ, ഫൈൻ. അപ്പൊ നമ്മുടെ അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം 125 140 മുകളിൽ പോയത് കൊണ്ട് ഇവിടെ PA എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ PA കിട്ടൂല എന്ന് നമുക്ക് മനസ്സിലായി. എന്ത് ചെയ്യും? 200,000 ഇൻകം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കും. 37,700 into 20%. പിന്നെ 125 140 minus 37,700 into 40%. റിമൈനിങ് എമൗണ്ട് 45%. ഇങ്ങനെയാണല്ലോ. ഓക്കെ, 125 140. റിമൈനിങ് എത്രയുണ്ട്? 74,860 ഉണ്ട്. അതിന്റെ മുകളിൽ നമ്മൾ 45% കണ്ടുപിടിക്കാൻ ഐ മീൻ 45% ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ആ റിക്വയർമെന്റ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അതിനു മുന്നേ ഡിവിഡൻഡ് ഇൻകം കൂടെ ഒന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ സിനാരിയോയിലേക്ക് കണക്ഷൻ കൊണ്ടുവരാം. ഓക്കെ, ഡിവിഡൻഡ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ആദ്യത്തെ 500 എന്തില്ല? ടാക്സ് ഇല്ല. നമ്മൾ ഏത് റേറ്റ് ടാക്സ് പെയർ ആയിക്കോട്ടെ, ആദ്യത്തെ 500 നിങ്ങൾ എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. ഡിവിഡൻഡ് ഇൻകത്തിൽ ബാക്കി എത്ര എമൗണ്ട് ഉണ്ട്? 32,400 മൈനസ് 500, 31,900 ആണ് ബാക്കിയുള്ളത്. അപ്പൊ 31,900 മുകളിലാണ് നമ്മൾ ഇനി ടാക്സ് കൊടുക്കേണ്ടത്. മൈ ക്വസ്റ്റ്യൻ ഇസ്, ഏത് റേറ്റ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുക? ഏത് റേറ്റ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്? Is it basic, higher or additional? അഡീഷണൽ ആണ്. അഡീഷണൽ റേറ്റ് എത്രയാണ് ഡിവിഡൻഡിന്റെ? 39.35. ഓക്കെ, സോ 39.35% ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്.
റൗണ്ട്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇതാണ് ഈ ഒരു സെനാരിയോയിലെ മൊത്തം ഇൻകം ടാക്സ് ലയബിലിറ്റിന്റെ കാൽക്കുലേഷൻ. പക്ഷെ നമ്മളോട് റിക്വയർമെന്റിൽ ആകെ കൂടെ ചോദിച്ചത് ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോ ഈ ഒരു പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോ നമ്മൾ പിന്നെയും പി എ കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? പറഞ്ഞേ, ഇനി പറഞ്ഞേ. ഈ ഒരു പാർട്ട് മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോ ഇനിയും പി എ കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോ മക്കളെ? സിനാരിയോയിൽ നമ്മളോട് ഈ ഒരു പാർട്ട് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഡിവിഡന്റ് ഇൻകത്തിന്റെ ഇൻകം ടാക്സ് ലയബിലിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആവശ്യമില്ലല്ലോ, നമ്മൾ പിന്നെയും പി എ കുറയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞേ, പി എ കുറയ്ക്കണോ? ബാക്കി എല്ലാവരും റെസ്പോണ്ട് ചെയ്തേട്ടാ, നമ്മൾ ഇനിയും പി എ കുറയ്ക്കണോ? നോ, ആവശ്യമില്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പോ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അഡീഷണൽ ആയിട്ട് ഡിവിഡന്റ് ഇൻകത്തിന്റെ ഒക്കെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് കുറയ്ക്കേണ്ട ആവശ്യമില്ല, പി എ കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് മനസ്സിലാക്കി തരാനാണ് ഈ സിനാരിയോ മൊത്തം ചെയ്തു തന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇൻകം ടാക്സ് പേയബിൾ, ഇൻകം ടാക്സ് പേയബിൾ ഫോർ ഡിവിഡന്റ് ഇൻകം ആണല്ലോ. യെസ്, സോ നിൽ റേറ്റ് ബാൻഡ്. ആദ്യത്തെ 500 നമ്മൾ എന്ത് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട. അവിടെ ചെയ്ത് കാൽക്കുലേഷൻ തന്നെയാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതിയെന്ന് മാത്രം. ഡിവിഡന്റിന്റെ മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് എഴുതിയെന്ന് മാത്രം. ഇനി അഡീഷണൽ റേറ്റ് 32,400 500 നമ്മൾ ടാക്സ് കൊടുക്കണ്ട. റിമൈനിങ്ങിന് നമ്മൾ എത്ര പെർസെന്റേജ് ടാക്സ് കൊടുക്കണം? 39.35%. സോ വിത്ത് റെസ്പെക്ട് ടു ഡിവിഡന്റ് ഇൻകം, നിങ്ങൾക്ക് കിട്ടിയ ഡിവിഡന്റ് ഇൻകത്തിന് നിങ്ങൾ എത്ര ടാക്സ് ആണ് പേ ചെയ്യേണ്ടത്? പറഞ്ഞേ, വിത്ത് റെസ്പെക്ട് ടു ഡിവിഡന്റ് ഇൻകം നിങ്ങൾ എത്ര ടാക്സ് ആണ് പേ ചെയ്യേണ്ടത്? 12,553 ആണ്. ഇതിൽ സംശയം ഉണ്ടോ? അവിടെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ എന്നൊന്ന് പറഞ്ഞേ. ഉണ്ടെങ്കിൽ നമുക്കതൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാം. നോ ഇഷ്യൂസ്. ഞാൻ ഇത്രയും ചെയ്ത കാൽക്കുലേഷൻസിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് പോയിന്റ് കിട്ടിയില്ലേ? അപ്പൊ ഇവിടെ ഇത് റിക്വയർമെന്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് ചോദിക്കുവാണേ. ഇവിടെ കാസുവോ എന്ന് പറയുന്ന ആൾക്ക് മൊത്തം അടക്കേണ്ടി വരുന്ന ടാക്സ് എത്രയാണ്? ഒന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞേടാ. കെസുവോ എന്ന് പറയുന്ന ആള്, നിങ്ങൾ അയാൾ ഇൻഡിവിജ്വൽ ആണ് അങ്ങനെയൊന്നും ആലോചിക്കണ്ട. ഇയാളുടെ സ്വന്തം കമ്പനി തന്നെയാണ്. ഇയാൾക്ക് ഡിവിഡന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അതിന്റെ മുകളിലും അയാൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇയാളുടെ സ്വന്തം കമ്പനിയിലെ പ്രോഫിറ്റിന്റെ മുകളിലും അയാൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. സോ ടോട്ടലി ഇയാളുടെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ട് എത്ര പോകൂടാ? ടോട്ടലി ഇയാളുടെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ട് എത്ര പോകും? അത് കോർപ്പറേഷൻ ടാക്സ് ആവാം, ഇൻകം ടാക്സ് ആവാം, ചിലപ്പോൾ ഇനി NIC ആവാം. ഞാൻ ചോദിക്കുന്നത് ടോട്ടലി ഇയാളുടെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ട്. സംഭവം ഇതൊരു കമ്പനിയാണ്, കമ്പനീന്റെ പ്രോഫിറ്റിന്റെ മുകളിലാണ് കോർപ്പറേഷൻ ടാക്സ് അടയ്ക്കുന്നത് എങ്കിൽ പോലും ഒബ്വിയസ്ലി ഇത് ഇയാളുടെ കയ്യിൽ നിന്ന് പോകുന്ന സാധനമാണ്. യെസ്, 2153. ഓക്കെ, ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. സംഭവം ഇയാളിത് വേറൊരു കമ്പനി ആയിട്ട് തുടങ്ങിയെങ്കിൽ പോലും ഇത് ഇയാളുടെ കമ്പനിയാണ്, അതിൽ വേറെ ഷെയർ ഹോൾഡേഴ്സും ഇല്ല, വേറെ ആരും ഇല്ല. ഓക്കെ, അപ്പൊ ഈ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി അടയ്ക്കുന്നതും ഇയാൾ തന്നെയാണ്, ഈ ഡിവിഡന്റിന്റെ മുകളിലുള്ള ടാക്സ് അടയ്ക്കുന്നതും ഇയാൾ തന്നെയാണ്. സോ ഇയാളുടെ കയ്യിൽ നിന്ന് മൊത്തം പോകുന്ന ടാക്സ് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് പോകുന്നത് എന്ന് പറയുന്നത് ഈ 12,553 7,600 ആണ്. അത് റിക്വയർമെന്റിൽ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഞാൻ പോയിന്റ് കിട്ടിയില്ലെങ്കിൽ ലിമിറ്റ്, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് ഓക്കെ ആണോ മക്കളെ? നിങ്ങൾക്ക് ആ പോയിന്റ് കിട്ടിയില്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തോട്ടോ, പ്രശ്നമില്ല. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് റിക്വയർമെന്റ്സ് ഓക്കെ ആണോ എന്നൊന്ന് പറഞ്ഞേ മക്കളെ. ഈ രണ്ട് റിക്വയർമെന്റ്സ് പ്രോപ്പർലി നിങ്ങൾക്ക് മനസ്സിലായോ? ഓർ
എന്തെങ്കിലും അഡീഷണൽ എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് വേണോ? ഒന്ന് എല്ലാരും റെസ്പോണ്ട് ചെയ്തേ. എടാ മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞോട്ടോ, ഒരു പ്രശ്നവുമില്ലേ. മനസ്സിലായാൽ അത് പറ, മനസ്സിലായില്ലെങ്കിൽ അത് പറ. ഓക്കേ, ബാക്കി എല്ലാവരുടെയും റിപ്ലൈസ് തന്നേടാം. എക്സൽ. ഓക്കെ ഫൈൻ. ഇന്നലെ ചെയ്ത പോലെ അത്ര സിമ്പിൾ ആണോ ഈ ക്വസ്റ്റ്യൻ? ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണോ? എന്താ തോന്നുന്നേ? നോ, കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് 2023 വന്ന എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് എക്സാമിന് കാണുമ്പോൾ ഇങ്ങനെ അന്തം വിട്ടിരിക്കാതെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എക്സാമിന് പോവുക. ഓറൽസ് 10 മാർക്ക് പോകുന്ന വഴി നിങ്ങൾക്ക് അറിയിലുണ്ടാവില്ല. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി ഫസ്റ്റ് റിക്വയർമെന്റ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് റിക്വയർമെന്റ്. ഓക്കെ, സോ റിക്വയർമെന്റ് ബി. റിക്വയർമെന്റ് ബി എന്തിനെ കുറിച്ചായിരിക്കും? ഓൾട്ടർനേറ്റീവ് 2 കുറിച്ചാണ് റിക്വയർമെന്റ് ബി. ഓക്കെ, മുകളിൽ തന്നിരിക്കുന്ന ഈ എക്സ്പ്ലനേഷൻസ് ഒക്കെ എന്താണ്? റിക്വയർമെന്റ് മീൻസ് ഓൾട്ടർനേറ്റീവ് 2 എക്സ്പ്ലനേഷൻസ് ആണ്. സോ ഓൾട്ടർനേറ്റീവ് 2 റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? താഴെയുള്ള 2 ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് റിക്വയർമെന്റ് നമുക്ക് വായിച്ചു നോക്കാം. എക്സ്പ്ലെയിൻ ദ കോർപ്പറേഷൻ ടാക്സ്, ഇൻകം ടാക്സ് ആൻഡ് NIC കോൺട്രിബ്യൂഷൻ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഓൾട്ടർനേറ്റീവ് 2. അതായത് ഓൾട്ടർനേറ്റീവ് 2 അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള കോർപ്പറേഷൻ ടാക്സിന്റെ ഇംപ്ലിക്കേഷൻസ്, ഇൻകം ടാക്സിന്റെ ഇംപ്ലിക്കേഷൻസ്, അതേപോലെ NIC ഇംപ്ലിക്കേഷൻസ് ഒക്കെ എന്താണ് നിങ്ങളോട് പറയുന്നത്? വിത്ത് കാൽക്കുലേഷൻസ്. ഇവിടെ ഒരു സിമ്പിൾ കണ്ടോ? ഈ ഒരു സാധനം കണ്ടോ? ഈ ഒരു സാധനത്തിന്റെ അർത്ഥം കാൽക്കുലേഷനും വേണം എക്സ്പ്ലനേഷനും വേണം എന്നുള്ളതാണ്. ഓക്കെ, എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിലും നിർബന്ധമായിട്ടും ഫിഗേഴ്സ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ സാധനത്തിന്റെ മീനിങ്. ഓക്കെ, സോ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞതുകൊണ്ടും ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ സാധനം ഉള്ളത് കൊണ്ടും നമ്മൾ ബോത്ത് ഫിഗേഴ്സിലും അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ലൈക്ക് ഫിഗേഴ്സിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുകയും വേണം, എക്സ്പ്ലനേഷൻസ് കൊടുക്കുകയും വേണം. ഇനി ക്വസ്റ്റ്യന്റെ റിക്വയർമെന്റ് എത്ര മീൻസ് ക്വസ്റ്റ്യന്റെ വെയിറ്റേജ് എത്രയാടാ? ഈ ഒരു പെർട്ടിക്കുലർ റിക്വയർമെന്റിന്റെ വെയിറ്റേജ് എത്രയാണ്? 3 മാർക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര പോയിന്റ്സ് അവിടെ കൊണ്ടുവരണം? പറഞ്ഞേ മക്കളെ, എത്ര പോയിന്റ്സ് ആണ് നമ്മൾ അവിടെ കൊണ്ടുവരേണ്ടത്? ഈ ക്വസ്റ്റ്യന്റെ മാർക്ക് വെയിറ്റേജ് ഇസ് 3. സോ ഹൗ മച്ച് പോയിന്റ്സ് ഷുഡ് യു ബ്രിങ്? 6 പോയിന്റിന്റെ ആവശ്യമുണ്ടോ? ജസ്റ്റ് 3 പോയിന്റ്സ് ഇസ് എനഫ്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ കമന്റ് ചെയ്യേണ്ട 3 പോയിന്റ്സ് പറഞ്ഞേടാ? ആ റിക്വയർമെന്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മൾ കമന്റ് ചെയ്യേണ്ട 3 പോയിന്റ്സ് ഏതൊക്കെയാ? കോർപ്പറേഷൻ ടാക്സിനെ കുറിച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3 മാർക്ക് കിട്ടോടാ? കോർപ്പറേഷൻ ടാക്സിന്റെ ഫുൾ കമ്പ്യൂട്ടേഷൻ ഞാൻ ചെയ്തു വെച്ചാൽ എനിക്ക് 3 മാർക്ക് കിട്ടുമോ? ഇല്ല. യെസ്, കോർപ്പറേഷൻ ടാക്സ്, ഇൻകം ടാക്സ്, NIC, ഈ 3 നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഒരു കമന്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടുന്ന സമയത്ത്, എസ്പെഷ്യലി ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ റിക്വയർമെന്റ് മനസ്സിലാക്കുന്നുണ്ട്, റിക്വയർമെന്റിന്റെ വെയിറ്റേജ് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉണ്ടാവില്ല, എന്താണ് ഇവിടെ എഴുതേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. സോ ഉറപ്പ് വരുത്തുക നിങ്ങൾ റിക്വയർമെന്റ് ശ്രദ്ധിക്കുന്നുണ്ട് ആൻഡ് അതേപോലെ മാർക്ക് വെയിറ്റേജ് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഡീകോഡ് ചെയ്യാൻ പറ്റുക. സോ ലെറ്റ് സി, നമ്മൾ ആദ്യം കോർപ്പറേഷൻ ടാക്സിന്റെ ഇംപ്ലിക്കേഷൻ ആണ് പറയാൻ പോകുന്നത്. കോർപ്പറേഷൻ ടാക്സ്, അതിനുശേഷം നമ്മൾ ഇൻകം ടാക്സിന്റെ ഇംപ്ലിക്കേഷൻ പറയും ആൻഡ് ആഫ്റ്റർ ദാറ്റ് വിൽ ഗോ ടു NIC ഇംപ്ലിക്കേഷൻസ്. ഓക്കെ, സോ നമുക്ക് ഓൾട്ടർനേറ്റീവ് 2 ഒന്നും കൂടെ പോയി നോക്കിയാലോ? പോയി നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ഓൾട്ടർനേറ്റീവ് 2. Assuming that Zoco Limited will pay Keswo gross director's remuneration of 8,000.
നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ ആയിട്ട് നമ്മുടെ സോക്കോന് എത്ര കൊടുക്കുന്നുണ്ട്? 8,000 കൊടുക്കുന്നുണ്ട്. ആൻഡ് ബാക്കിയുള്ള 32,000 പെൻഷൻ സ്കീമിലേക്ക് അടയ്ക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേഷൻസ് കാണിച്ചു തരേ. ഇവരുടെ ട്രേഡിംഗ് പ്രോഫിറ്റ്, നമ്മുടെ കമ്പനിയുടെ സോക്കോ ലിമിറ്റഡിന്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? വാട്ട് ഈസ് ദ ട്രേഡിംഗ് പ്രോഫിറ്റ്? ഇറ്റ്സ് 40,000 ആണല്ലോ. യെസ്. ഇനി ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ, ഡയറക്ടേഴ്സ് സാലറി, അലൗബിൾ എക്സ്പെൻസ് അല്ലേ? നമ്മൾ പ്രോഫിറ്റ് നിന്ന് എടുത്തിട്ടല്ലേ അത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം 8,000 അലൗബിൾ എക്സ്പെൻസ് ആണ്. നമ്മൾ അതൊന്ന് കുറയ്ക്കണം. നമുക്ക് കിട്ടിയ റവന്യൂന്ന് എന്ത് ചെയ്യണം? ആ 8,000 നമ്മൾ കുറയ്ക്കണം. ഇനി പെൻഷൻ കോൺട്രിബ്യൂഷൻസ്, അത് എന്ത് പെൻഷനാ? ഒക്യുപ്പേഷണൽ പെൻഷൻ. ശ്രദ്ധിക്കുക, പേഴ്സണൽ പെൻഷൻ അല്ല, ഒക്യുപ്പേഷണൽ പെൻഷൻ ആണ്. ഒക്യുപ്പേഷണൽ പെൻഷൻ കോൺട്രിബ്യൂട്ടഡ്, ആരാ കോൺട്രിബ്യൂട്ട് ചെയ്തേ? എംപ്ലോയി ആണോ എംപ്ലോയർ ആണോ? സോക്കോ ലിമിറ്റഡ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. സോ ഒക്യുപ്പേഷണൽ പെൻഷൻ കോൺട്രിബ്യൂട്ടഡ് ബൈ എംപ്ലോയർ എന്താണ്? അലവബിൾ എക്സ്പെൻസ് ആണ്. നിങ്ങൾക്ക് ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ എവിടെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഒരു കമ്പനി അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒക്യുപ്പേഷണൽ പെൻഷനിലേക്ക് ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ അലൗബിൾ എക്സ്പെൻസ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് നിന്ന്. ആരുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് നിന്ന്? ഇൻഡിവിജ്വലിന്റെ ആണോ? അല്ല, കമ്പനിയുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്യാം. സോ 32,000 ഡിഡക്ട് ചെയ്തു. ഓക്കെ, കമ്പനിയുടെ എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് TTP എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 40,000 അവർക്ക് റവന്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 8,000 ഡയറക്ടറിന് റെമ്യൂണറേഷൻ ആയിട്ട് കൊടുത്തു. ഡയറക്ടർ ആരാണ്? വേറെ ആരുമല്ല, നമ്മുടെ കെസുവോ ആണ്. ഓക്കെ, ആൻഡ് കെസുവോന് വേണ്ടിയിട്ട് ഒക്യുപ്പേഷണൽ പെൻഷനിലേക്ക് ഒരു 32,000 കൂടെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും TTP ബാക്കി ഉണ്ടോടാ? ഇല്ല. TTP ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ കോർപ്പറേഷൻ ടാക്സ് കൊടുക്കണോ? പറഞ്ഞേ, കോർപ്പറേഷൻ ടാക്സ് കൊടുക്കണോ? TTP ബാക്കി ഇല്ലെങ്കിൽ കോർപ്പറേഷൻ ടാക്സ് കൊടുക്കണോ? വേണ്ട. അപ്പൊ ഇവിടെ കോർപ്പറേഷൻ ടാക്സിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? കോർപ്പറേഷൻ ടാക്സിന് ഒരു ഇംപ്ലിക്കേഷനും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് താഴെ ഒരു കമന്റ് കൊടുക്കുകയാണ്. കമ്പനിയുടെ പേരെന്തായിരുന്നു? സാക്കോ ലിമിറ്റഡ് അല്ലെ? സാക്കോ ലിമിറ്റഡ് will not be required to pay any കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ CTL എഴുതരുത് കേട്ടോ, ഫുൾ എഴുതണേ. ഞാൻ ജസ്റ്റ് ഇപ്പൊ എളുപ്പത്തിന് വേണ്ടിയിട്ട് എഴുതിയേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ ഫിഗേഴ്സും കാണിച്ചു, എക്സ്പ്ലനേഷൻസും കൊടുത്തു. ഇസ് ദാറ്റ് ഓക്കെ? എല്ലാവർക്കും മനസ്സിലായോ? കോർപ്പറേഷൻ ടാക്സ് ഇംപ്ലിക്കേഷൻ എല്ലാവർക്കും മനസ്സിലായോ മക്കളെ? റെസ്പോണ്ട് ചെയ്തേ. യെസ് യെസ്. ബാക്കിയുള്ളവരുടെ റെസ്പോൺസ് ഇടാ പറഞ്ഞേ. മക്കളെ റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴേ അത് കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് കിട്ടുള്ളൂ. റെസ്പോണ്ട് ചെയ്ത് മനസ്സിലായില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോ, പ്രശ്നമില്ല, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായാൽ യെസ് പറ. ബാക്കി ആൾക്കാരുടെ റെസ്പോൺസ് പറഞ്ഞിടാം. ഓക്കെ, ഫൈൻ. സോ ഇംപ്ലിക്കേഷൻ പ്രട്ടി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കും ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വിൽ ഗോ ടു ദ ഇൻകം ടാക്സ് ഇംപ്ലിക്കേഷൻ. ഓക്കെ, ഇത്രയും നേരം ഞാനല്ലേ മക്കളെ പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ തന്നെയല്ലേ പറഞ്ഞത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചേ, എന്തായിരിക്കും ഇവിടെ വരുന്ന ഇൻകം ടാക്സ് ഇംപ്ലിക്കേഷൻ എന്നൊന്ന് ആലോചിച്ചേടാ. മക്കളെ ഒന്ന് ആലോചിച്ചേ, ഇവിടെ വരുന്ന ഇൻകം ടാക്സ് ഇംപ്ലിക്കേഷൻ എന്താണ്? എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്ലൂ തരാം. ഈ 8,000 കിട്ടുന്നത് ആർക്കാണ്? നമ്മുടെ കെസുവോനാണ്. ഓക്കെ, ആൻഡ് ഒക്യുപ്പേഷണൽ പെൻഷൻ പെയ്ഡ് ബൈ എംപ്ലോയർ ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, അപ്പോ ഒരു 2 minutes എടുക്കാം. എന്നിട്ട് ജസ്റ്റ് എനിക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ പ്രൈവറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ പോയിന്റ് ഓഫ് വ്യൂല് പെൻഷൻ ബെനിഫിറ്റ്സ് വേണ്ട, ബിക്കോസ് ഇവിടെ പറയുന്നുണ്ട് പെൻഷൻ ബെനിഫിറ്റ്സ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഇൻകം ടാക്സിൽ വരുന്ന ഇംപ്ലിക്കേഷൻ, ഇൻഡിവിജ്വൽ പോയിന്റ് ഓഫ് വ്യൂല് ഇൻകം ടാക്സിൽ വരുന്ന ഇംപ്ലിക്കേഷൻ എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ജസ്റ്റ് പ്രൈവറ്റ് ആയിട്ട്. ഓക്കെ, ഓരോരുത്തരും നിങ്ങൾ ഒന്ന്, എടാ അത് പൊട്ടത്തരായിക്കോട്ടെ, പ്രശ്നമല്ല, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല.
നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്, ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് ഇട്ടോ. ഓക്കെ, പക്ഷെ എനിക്ക് എല്ലാവരുടെയും റെസ്പോൺസ് വേണം. ഇനി പബ്ലിക് ആയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ചാറ്റിൽ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രോപ്പർലി പറയാ കേട്ടോ. അല്ലാതെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ പ്രോപ്പർലി എന്ത് ചെയ്യുക, പറയാ. ജസ്റ്റ് ഞാനൊരു 1 മിനിറ്റ് തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. എന്നിട്ട് എടാ റെസ്പോണ്ട് ചെയ്യടാ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കല്ലേ. ഓക്കെ, ഇനി ഞാൻ എക്സ്പ്ലനേഷൻസ് തരാം. അപ്പോ നമ്മുടെ കെസോനാണല്ലോ ഇൻകം ടാക്സിന്റെ ഇംപ്ലിക്കേഷൻസ് വരാം. ആണോ അല്ലേ? കെസോനാണ് ഇൻകം ടാക്സിന്റെ ഇംപ്ലിക്കേഷൻസ് വരാം. അപ്പൊ കെസോന് ഒരു സാലറി കിട്ടുന്നുണ്ട് 8,000. ഓക്കെ, കെസോയുടെ സ്വന്തം കമ്പനിയിൽ നിന്ന് കെസോന് എന്ത് കിട്ടുന്നുണ്ട്? സാലറി കിട്ടുന്നുണ്ട് 8,000. ഓക്കെ, സോ സാലറിക്ക് ഇംപ്ലിക്കേഷൻസ് വരും. അതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. സാലറി എന്തായാലും 8,000-ന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അതിൽ ആർക്കും സംശയമില്ല. ഇനി മൈ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഒക്യുപ്പേഷണൽ പെൻഷൻ പെയ്ഡ് ബൈ എംപ്ലോയർ എങ്ങനെയാ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? എംപ്ലോയർ എന്ന് പറഞ്ഞാൽ സോക്കു ലിമിറ്റഡ്. സോക്കു ലിമിറ്റഡ് ആണല്ലോ എനിക്ക് വേണ്ടിയിട്ട് എന്റെ ഒക്യുപ്പേഷണൽ പെൻഷൻ അടച്ചു തന്നത്. എനിക്കത് ആക്ച്വലി എന്താണ്? ഒരു ബെനിഫിറ്റ് ആണ്. സോ അതൊരു ടാക്സബിൾ ബെനിഫിറ്റ് ആണോ, എക്സെംപ്റ്റ് ബെനിഫിറ്റ് ആണോ? ഇൻകം ടാക്സിൽ ഇങ്ങനെ ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഒക്യുപ്പേഷണൽ പെൻഷൻ പെയ്ഡ് ബൈ എംപ്ലോയർ, വാട്ട് വിൽ വി ഡു? എക്സെംപ്റ്റ് ബെനിഫിറ്റ് ആണ്. കറക്റ്റ് ആണ്, എക്സെംപ്റ്റ് ബെനിഫിറ്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾ പ്രോപ്പർലി റിവൈസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഇങ്ങനെ തന്നെ പോവാട്ടോ. ഓക്കെ, സോ യെസ്, ഇവിടെ നമ്മൾ എന്താണ്? എക്സെംപ്റ്റ് ആയതുകൊണ്ട് 0 ഇടണം. ഇനി ഞാനൊരു കൺക്ലൂഷൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒരു കൺക്ലൂഷൻ പറഞ്ഞു തരാം. ഡൗട്ട്സ് ഉള്ളവർ നോട്ട് ചെയ്ത് വെക്കാം. ഒക്യുപ്പേഷണൽ പെൻഷൻ പെയ്ഡ് ബൈ എംപ്ലോയർ, ഓക്കെ, എന്ന് ഇൻകം ടാക്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 0 ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഒക്യുപ്പേഷണൽ പെൻഷൻ പെയ്ഡ് ബൈ എംപ്ലോയർ എന്ന് ഇൻകം ടാക്സിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യാം? 0 ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഒക്യുപ്പേഷണൽ പെൻഷൻ പെയ്ഡ് ബൈ കമ്പനി എംപ്ലോയർ, ഇത് കോർപ്പറേഷൻ ടാക്സിൽ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇൻകം ടാക്സിൽ വന്നു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റ് 0. കോർപ്പറേഷൻ ടാക്സ്, ഓക്കെ, കോർപ്പറേഷൻ ടാക്സിൽ ഇത് വന്നു കഴിഞ്ഞാൽ ബിസിനസ് നിങ്ങൾ ട്രേഡിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇറ്റ്സ് എ ഡിഡക്റ്റബിൾ എക്സ്പെൻസ്. അത് ഡിഡക്ട് ചെയ്യുക. കമ്പനിക്ക് അതൊരു ചെലവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഡിഡക്ട് ചെയ്തേക്കുക. ഇത് വേണമെങ്കിൽ എവിടെയെങ്കിലും ഷോർട്ട് ആയിട്ട് എഴുതി വെക്കുക. ഇൻകം ടാക്സിന്റെ പെർസ്പെക്ടീവില് ഒക്യുപ്പേഷണൽ പെൻഷൻ പെയ്ഡ് ബൈ എംപ്ലോയർ, ഓക്കെ, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഇൻകത്തിന്റെ പെർസ്പെക്ടീവില് എംപ്ലോയർ ഒരു ഒക്യുപ്പേഷണൽ പെൻഷൻ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്സെംപ്റ്റ് ബെനിഫിറ്റ്, ഇൻഡിക്കേറ്റ് 0. ട്രേഡിംഗ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒക്യുപ്പേഷണൽ പെൻഷൻ പെയ്ഡ് ബൈ എംപ്ലോയർ നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. ഓക്കെ, ജസ്റ്റ് ഒരു സമ്മറി ആയിട്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഫൈൻ. സോ യെസ്, ഇതാണ് ഇവിടെ വരുന്ന ഇംപ്ലിക്കേഷൻസ്. അപ്പോ ഓൾട്ടർനേറ്റീവ് 2 കൊണ്ടുവരുന്ന ഇംപ്ലിക്കേഷൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ മൊത്തം ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സാലറിന്റെ മുകളിൽ വരുന്ന ഇംപ്ലിക്കേഷൻ മാത്രം പറഞ്ഞാൽ മതി. നമുക്കറിയാം ഇയാൾ ഒരു അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആണ്, പി എ ഓൾറെഡി അവിടെ യൂട്ടിലൈസ്ഡ് ആണ് എന്നൊക്കെ നമുക്കറിയാം. സോ ബേസിക്കലി ഈ 8,000-ന് നമ്മൾ ഏത് റേറ്റിൽ ടാക്സ് കൊടുക്കും? ബേസിക്കലി നമ്മൾ ഈ 8,000-ന് ഏത് റേറ്റിൽ ടാക്സ് കൊടുക്കും? യെസ്, അഡീഷണൽ റേറ്റിൽ നമ്മൾ ടാക്സ് കൊടുക്കണം. വിച്ച് മീൻസ് 8,000-ന് നമ്മൾ 45% ടാക്സ് കൊടുക്കുകയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് 3,600 നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ മുകളിൽ ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇൻകം ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3,600 ആയിരിക്കും. കോർപ്പറേഷൻ ടാക്സിൽ എന്തില്ല? ഇംപ്ലിക്കേഷൻസ് ഇല്ല. ഇതുവരെയുള്ള പോയിന്റ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ എന്ന് പറഞ്ഞ മക്കളെ? യെസ്, ഫൈൻ.
ഓക്കെ, ഗുഡ്. ഇനി അടുത്തത് പെൻഷൻ. ഓക്കെ, പെൻഷൻ. സോറി, പെൻഷൻ അല്ല, സോറി സോറി സോറി. NIC ഇംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ, NIC ഇംപ്ലിക്കേഷൻ ആണല്ലോ. ഇവിടെ നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഇത്ര മതി. ഓക്കെ, കാരണം ഇതിൽ എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കാൻ ഇത്രയേ ഉണ്ടാവുള്ളൂ. ദ ഇൻകം ടാക്സ് ലയബിലിറ്റി വിൽ ബി 3600. അങ്ങനെയായിരിക്കും എക്സ്പ്ലനേഷൻസ് കൊടുക്കേണ്ടി വരാം. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ആൻഡ് ഞാനിപ്പോ ചെയ്തതുപോലെ NIC ഇംപ്ലിക്കേഷൻസ് ഒന്ന് പറഞ്ഞേ മക്കളെ. ഇവിടെ വരുന്ന NIC ഇംപ്ലിക്കേഷൻസ് ഒന്ന് പറഞ്ഞേ മക്കളെ. NIC ഇംപ്ലിക്കേഷൻസ് ഒന്ന് പറഞ്ഞു തന്നേടാ. ജസ്റ്റ് കാൽക്കുലേഷൻസ് ഒന്ന് തരാം കേട്ടോ. എടാ, ഇവിടെ ഏത് NIC ആയിരിക്കും വരുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ക്ലാസ് 1 എംപ്ലോയി ആണോ, ക്ലാസ് 1 എംപ്ലോയർ ആയിരിക്കോ വരുന്നുണ്ടാവുക, ഇനി ക്ലാസ് 1A വരുവോ, പിന്നെ അതേപോലെ ക്ലാസ് 4 വരുവോ, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ മക്കളെ. NIC ലയബിലിറ്റി എത്ര വരും എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേടാ. NIC ലയബിലിറ്റി എത്രയായിരിക്കും വരുന്നുണ്ടാവുക? ഓൾറെഡി എനിക്ക് 1-2 ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ആൻസേഴ്സ് പെട്ടെന്ന് അയച്ചേ. ഏത് NIC ആ വരിക എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ NIC ലയബിലിറ്റി എത്ര വരും എന്നുള്ളതൊന്ന് പറയാം. നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സ് കറക്റ്റ് ആണ്. ഇവിടെ NIC ഇംപ്ലിക്കേഷൻസ് എന്ത് ചെയ്യില്ല, വരില്ല. ബിക്കോസ് 8000 എന്ന് പറയുന്നത് എന്താണ്, 12,517 കുറവാണ്. സോ ഇവിടെ NIC ഇംപ്ലിക്കേഷൻസ് വരും. അതൊക്കെ പോട്ടെ, ഇവിടെ വരുന്ന NIC ഏതാണ്? ക്ലാസ് 1 എംപ്ലോയി NIC ആണ്. അപ്പൊ ക്ലാസ് 1 എംപ്ലോയി NIC ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ആദ്യത്തെ 12,570ക്ക് എന്ത് വരില്ല, ടാക്സ് വരില്ല എന്ന് പറഞ്ഞു. ഓക്കെ, സോ നോ NIC നമ്മൾ ജസ്റ്റ് കമന്റ് ചെയ്യാണ് കേട്ടോ. നോ NIC ഇംപ്ലിക്കേഷൻസ് would arise since the earnings is below 12,570. മതി, കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊന്നും ചെയ്യാനില്ല ഇതിൽ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 മാർക്ക് കിട്ടും. ഇതിപ്പോ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സമയം എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ ഈ റിക്വയർമെന്റ് എല്ലാവർക്കും ക്ലിയർ ആണോ മക്കളെ? പറഞ്ഞേ, ഈ റിക്വയർമെന്റ് എല്ലാവർക്കും ഓക്കെ ആണോ? എന്തേലും ഡൗട്ട്സ് ഉണ്ടോ എന്നൊന്ന് പറഞ്ഞേടാ. എന്തെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട്സ് ഉണ്ടോ എന്ന് പറഞ്ഞേ. വിത്ത് റെസ്പെക്ട് ടു NIC, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആയിക്കോട്ടെ, കോർപ്പറേഷൻ ടാക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ എന്ന് പറഞ്ഞേ. ഇല്ലെങ്കിൽ ഒരു ക്ലിയർ ആണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റിക്വയർമെന്റിലേക്ക് മൂവ് ചെയ്യായിരുന്നു. സോ പ്ലീസ്. ഓക്കെ, അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി തുടങ്ങിയില്ലടാ. ടാക്സ് പ്ലാനിങ്ങിന്റെ ഈ ഒരു റിക്വയർമെന്റ് ചെയ്ത് കഴിയുമ്പോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി തുടങ്ങിയോ? ഫസ്റ്റത്തെ റിക്വയർമെന്റിനെക്കാട്ടും ബെറ്റർ ആയില്ലേ ഇപ്പോ? അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടെ ഒന്ന് റെഡി ആയി കിട്ടിയില്ലേ? യെസ്, അത് മതി. ഇങ്ങനെ മെല്ലെ 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 നമുക്ക് ഇത് റെഡിയാക്കാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് നമ്മൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ഇത് റെഡി ആവില്ല. മെല്ലെ മെല്ലെ ഇത് റെഡി ആവുള്ളൂ. ഓക്കെ, യാ, ഗുഡ്. സോ നമുക്ക് രണ്ടാമത്തെ റിക്വയർമെന്റ് ചെയ്യാം. ബിയിലെ തന്നെ നമുക്ക് സെക്കൻഡ് റിക്വയർമെന്റിലേക്ക് പോവാം. ഓക്കെ, കാൽക്കുലേറ്റ് ദ ടാക്സ് സേവിങ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ് 2 കമ്പയർഡ് വിത്ത് ഓൾട്ടർനേറ്റീവ് 1. ഓക്കെ, ഡിവിഡൻസിന്റെ മുകളില് ഓൾട്ടർനേറ്റീവ് 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ടാക്സ് സേവിങ്സ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റയ്ക്കാട്ടോ ചെയ്യാൻ പോണേ. ഞാൻ കാണിച്ചു തരും. കാണിച്ചു തരില്ല എന്നല്ല, ബട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ട്രൈ ചെയ്ത് നോക്കിയേ. ഓൾട്ടർനേറ്റീവ് 1ഉം ഓൾട്ടർനേറ്റീവ് 2ഉം കമ്പയർ ചെയ്യുമ്പോൾ ഡിവിഡൻസിന്റെ മുകളിൽ, ഓക്കെ, എക്സ്ക്ലൂസീവ്ലി ഡിവിഡൻസിന്റെ മുകളിൽ ഇൻകം ടാക്സ് ആസ്പെക്റ്റിൽ വരുന്ന സേവിങ്സ് എത്രയാണ് എന്നൊന്ന് പറഞ്ഞേടാ. ഓൾട്ടർനേറ്റീവ് 1 ആണോ നല്ലത്, ഓൾട്ടർനേറ്റീവ് 2 ആണോ നല്ലത് എന്നൊന്ന് ആലോചിച്ച് പറഞ്ഞേ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. സോ സേവിങ്സ് അല്ലേ നമ്മളോട് ചോദിക്കുന്നത്. സേവിങ്സ് ചോദിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക,
ഓൾട്ടർനേറ്റീവ് 1 മൈനസ് ഓൾട്ടർനേറ്റീവ് 2, അല്ലെങ്കിൽ ഓപ്ഷൻ 1 മൈനസ് ഓപ്ഷൻ 2 ആണ് നമ്മൾ ചെയ്യേണ്ടി വരിക. ഓക്കെ, കമ്പയർ ചെയ്യാണ് ഇതിൽ ഏതാണ് നല്ലത്. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് 1 നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് പകരം 2 എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലാഭം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ശ്രദ്ധിക്കുക കേട്ടോ. ഓൾട്ടർനേറ്റീവ് 1 നമുക്ക് വരുന്ന ഡിവിഡൻഡിന്റെ ടാക്സ് എത്രയാണ്? ഓൾട്ടർനേറ്റീവ് 1 നമുക്ക് വരുന്ന ഡിവിഡൻഡിന്റെ ടാക്സ് 12,553. ഓൾട്ടർനേറ്റീവ് 2 വരുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഡിവിഡൻസിന്റെ മാത്രമായിട്ട് കമ്പയർ ചെയ്യാനല്ലേ. ഓക്കെ, ഡിവിഡൻസിന്റെ മാത്രം കമ്പയർ ചെയ്യണ്ട. ഓൾട്ടർനേറ്റീവ് 1ഉം ഓൾട്ടർനേറ്റീവ് 2ഉം നിങ്ങൾ മൊത്തം കമ്പയർ ചെയ്യും. ഞാൻ ഈ പെട്ടെന്ന് ഡിവിഡൻസ് എൻറ്റയർലി ആസ് ഡിവിഡൻസ് എന്ന് കണ്ടപ്പം തെറ്റിദ്ധരിച്ചതാണ്. നിങ്ങൾ ഓൾട്ടർനേറ്റീവ് 1ഉം ഓൾട്ടർനേറ്റീവ് 2ലും മൊത്തം വരുന്ന ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഒന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഓൾട്ടർനേറ്റീവ് 1 നമുക്ക് ഇൻകം ടാക്സും വരുന്നുണ്ട്, എന്തും വരുന്നുണ്ട്, കോർപ്പറേഷൻ ടാക്സും വരുന്നുണ്ട്. ഓക്കെ, ഓൾട്ടർനേറ്റീവ് 2 നമുക്ക് എന്ത് വരുന്നുണ്ട്? കോർപ്പറേഷൻ ടാക്സ് ഇല്ല, ഇൻകം ടാക്സ് മാത്രമാണ് നമുക്ക് ഓൾട്ടർനേറ്റീവ് 2 വരുന്നത്. ആണോ അല്ലയോ? യെസ്. അപ്പോ സേവിങ്സ് എന്ന് പറയുന്നത് 16,553. കുറെ പേരുടെ ആൻസേഴ്സ് എനിക്ക് അത് തന്നെ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, നിങ്ങളുടെ ട്രാക്കിലാണ്, ഇങ്ങനെ തന്നെ പോവാട്ടോ. ഓക്കെ, സോ ഓൾട്ടർനേറ്റീവ് 1 ആണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ടാക്സ് സേവിങ്സ്, നമുക്ക് വരുന്ന ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 20,153 ആണ്. ഇനി ഓൾട്ടർനേറ്റീവ് 2 ആണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ കൊടുക്കേണ്ട ടാക്സ് എത്രയേ വരുന്നുള്ളൂ? 3,600 മാത്രമാണ് വരുന്നത്. സോ നിങ്ങളോട് ചോദിക്കുകയാണ്, ഓക്കെ, നിങ്ങൾ HSC സ്റ്റുഡൻസ് ആണല്ലോ, നിങ്ങൾ മേ ബി എന്തിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്, ടാക്സിലൊക്കെ ഇനി കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഓൾട്ടർനേറ്റീവ് 1 ആണോ നല്ലത്, ഓൾട്ടർനേറ്റീവ് 2 ആണോ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? വിച്ച് വൺ വുഡ് യു സജസ്റ്റ്? പറഞ്ഞേടാ, ഓൾട്ടർനേറ്റീവ് 1 ആണോ ഓൾട്ടർനേറ്റീവ് 2 ആണോ നിങ്ങൾ സജസ്റ്റ് ചെയ്യാ? ഓൾട്ടർനേറ്റീവ് 2. വൈ? കാരണം ഓൾട്ടർനേറ്റീവ് 2 നിങ്ങൾ കുറച്ച് ടാക്സ് അടച്ചാൽ മതി അല്ലേ? അതെ. സോ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഇങ്ങനെ ഇപ്പൊ നമ്മള് ഇത്രയും നേരത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത സമയത്ത്, അതായത് ഇൻകം ടാക്സ് ആയിക്കോട്ടെ, കോർപ്പറേഷൻ ടാക്സ് ആയിക്കോട്ടെ, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത സമയത്ത് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ജസ്റ്റ് ഓരോന്നിന്റെയും ഇൻകം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കും, അല്ലെങ്കിൽ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി സ്ട്രേറ്റ് ഫോർവേഡ്ലി കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. പക്ഷേ ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നത്? കമ്പയർ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും ബെറ്റർ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും ബെറ്റർ. അങ്ങനെ നമ്മൾ കമ്പയർ ആണ് എവിടെ ചെയ്യുന്നത്? നമ്മുടെ ഓൾട്ടർനേറ്റീവ് 1ലും ഓൾട്ടർനേറ്റീവ് 2ലൊക്കെ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യാണ് ടാക്സ് പ്ലാനിങ്ങിൽ പൊതുവെ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇത് എന്തായിട്ടാ തോന്നുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണോ തോന്നുന്നത്? ഓർ ഭയങ്കര ബോറിംഗ് ആയിട്ടാണോ ഈ ടാക്സ് പ്ലാനിങ് തോന്നുന്നത്? ഓർ ഇസ് ഇറ്റ് കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ്? ഈ ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്ന സാധനം ഭയങ്കര എന്താ പറയാ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കുറച്ച് ആലോചിക്കാനുള്ള ഒരു സാധനമായിട്ടാണോ തോന്നുന്നത്? ഓർ എൽസ് ഭയങ്കര എന്താ പറയാ, എന്തോ ഒരു സാധനമായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്? ടാക്സ് പ്ലാനിങ് ഇത്രയും ചെയ്തത് വെച്ചിട്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇന്നലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യണം എന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻസ് പറഞ്ഞു, ജെന്യുവൻ ഒപ്പീനിയൻസ് പറഞ്ഞു. ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഒരാൾക്ക് മാത്രമേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൂ. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. യെസ്, അതാണ് ഇതിന്റെ പ്രശ്നം. ഓക്കെ, വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ, തിങ്സ് ആർ വെരി സിമ്പിൾ. അതായത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ദ റിയൽ ടാസ്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്, അതാണ് എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നം. ഈസി ടു ഡു ആണ്, പക്ഷെ ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എന്താണ്, കുറച്ച്
കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ക്വസ്റ്റ്യൻ മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തന്നെ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് കഴിയുന്ന സമയത്ത് ഒരു PDF അയച്ചു തരാം. അതിൽ ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്ക്ലൂസീവ്ലി എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇനി ഇതേപോലത്തെ ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലേ? ബിക്കോസ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്യാൻ പഠിച്ചു. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പാരിസണും കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് ATXിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇത് ATXന്റെ ജസ്റ്റ് ഒരു ബിഗിനിങ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ATXിൽ നമ്മൾ കാൽക്കുലേഷൻസ് അല്ല ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ടാക്സിന്റെ അഡ്വാൻസ്ഡ് പോർഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ATX എന്ന് പറയുന്നത്. സോ ബേസിക്കലി ATXിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വെറുതെ ഇങ്ങനെ കണക്ക് കൂട്ടി വെക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു ടാക്സ് അഡ്വൈസർ ആയിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ ക്ലയൻസിന് അഡ്വൈസ് കൊടുക്കുകയാണ്. ഇതാണ് ബേസിക്കലി നമ്മൾ എന്തിൽ ചെയ്യുന്നത്? ടാക്സ് പ്ലാനിങ്ങിലും അതേപോലെ ATXിലും ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ P ലെവൽ എത്തിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾ ഒരിക്കലും P ലെവൽ എന്താ ചെയ്യാൻ പോണേ? കാൽക്കുലേഷൻസ് അല്ല ചെയ്യാൻ പോണേ. ദാറ്റ് മീൻസ് നിങ്ങൾ കാൽക്കുലേഷനേ ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. കാൽക്കുലേഷനെക്കാട്ടും കൂടുതൽ നിങ്ങൾ ഒരു ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആളാണ്. നിങ്ങൾ അഡ്വൈസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ടാക്സ് സേവ് ചെയ്യാം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി എ ബെറ്റർ ഓപ്ഷൻ. അങ്ങനെയുള്ള അഡ്വൈസസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ATXിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്യാൻ പോകുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു സിലബസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങളായിരിക്കും നിങ്ങൾക്ക് ബേസിക്കലി ATXിൽ കണ്ടുപിടിക്കാൻ പറ്റുക. ആൻഡ് ATXിനെ കുറിച്ച് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. നമ്മൾ ഈ ടാക്സിൽ എന്തൊക്കെയാണോ പഠിക്കണേ, സെയിം സാധനം. ഓക്കെ, ടാക്സിൽ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് എവിടെയും പഠിക്കാനുണ്ട്, ATXിലും പഠിക്കാനുണ്ട്. അതിന് പുറമെ കുറച്ച് അഡീഷണൽ സാധനങ്ങളും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് ബേസിക്കലി ATX എന്ന് പറയുന്ന സബ്ജക്റ്റിലുള്ളത്. ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഫൈൻ. നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്യുന്നത് B പാർട്ടാണ്. നമ്മൾ ഇനി Cയും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുക്കും കേട്ടോ. അത് നിങ്ങളുടെ പ്രശ്നമല്ല, അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. ബിക്കോസ് ടാക്സ് പ്ലാനിങ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. മിക്കവാറും ക്ലാസ്സിലും നിങ്ങളിത് ചെയ്തത് കുറവായിരിക്കും. സോ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും ടൈം എടുക്കുന്നത്. അതുകൊണ്ട് ടെൻഷൻ ആവോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ഒരു 2-3 ദിവസം ഇരുന്ന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് പക്ക ഓക്കെ ആയിട്ട് കിട്ടും. ഓക്കെ, സോ ടൈം കൂടുതൽ എടുക്കുന്നത് കൊണ്ട് ഉള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഫൈൻ, നമ്മളിനി ഓക്കെ, തേർഡ് റിക്വയർമെന്റ് ആണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ തേർഡ് റിക്വയർമെന്റ് നമുക്കൊന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ ടാക്സ് സേവിങ്സ്. എഗെയിൻ എന്താണ് ചോദിക്കുന്നത്? ടാക്സ് സേവിങ്സ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ടാക്സ് സേവിംഗ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക ഏതൊക്കെയോ 2 ഓപ്ഷൻസ് കമ്പയർ ചെയ്യാനാണ് എന്തുള്ളത്? ആ ഒരു റിക്വയർമെന്റിൽ ഉള്ളത്. ഓക്കെ, ഇൻ റെസ്പെക്ട് ഓഫ് കാസോസ് ഡിവിഡൻഡ് ഇൻകം and Zoco's corporation tax liability, if Caso withdraws the entire net of tax profits of Zoco Limited as dividends during the tax year 28-29. അതായത് ഓൾട്ടർനേറ്റീവ് 3 ആണ് നിങ്ങൾ എക്സൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് 3യും ഓൾട്ടർനേറ്റീവ് 1ഉം കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടാക്സ് സേവിങ്സ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ഓൾട്ടർനേറ്റീവ് 3 ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞു തരാം. ഓക്കെ, ഓൾട്ടർനേറ്റീവ് 3യും ഓൾട്ടർനേറ്റീവ് 1ഉം ഏകദേശം സിമിലർ ആണ്. ഓൾട്ടർനേറ്റീവ് 3യിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതേപോലെ എന്ത് ചെയ്യും? ഓക്കെ, 40,000 ഇവർക്ക് പ്രോഫിറ്റ് ഉണ്ട്, അതിന്റെ മുകളിൽ 19% കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കും. റിമൈനിങ് എമൗണ്ടിന് നമ്മൾ 32,400 നെറ്റ് ഓഫ് ടാക്സ് പ്രോഫിറ്റ്സ് എന്ന് പറയും. ആ നെറ്റ് ഓഫ് ടാക്സ് പ്രോഫിറ്റ്സ് നമ്മുടെ ഷെയർ ഹോൾഡർ ഡിവിഡൻഡ് ആയിട്ട് വിഡ്രോ ചെയ്യും. പക്ഷേ റിക്വയർമെന്റ് എയിൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് 1ൽ ഈ ഡിവിഡൻസ് വിഡ്രോ ചെയ്യുന്നത് 24-25 ഓൾട്ടർനേറ്റീവ് 2ൽ അവരത് വിഡ്രോ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഓൾട്ടർനേറ്റീവ് 2ൽ അവരത് എപ്പോഴാണ് ഓൾട്ടർനേറ്റീവ് 3ൽ അവരത് എപ്പോഴായിരിക്കും അത് വിഡ്രോ ചെയ്യുന്നുണ്ടാവുക? നിങ്ങൾ നോക്കിയേ, ഓൾട്ടർനേറ്റീവ് 3 ഒന്ന് നോക്കിയേ. ഓൾട്ടർനേറ്റീവ് 3ൽ പറയുന്നുണ്ട് ഇവര് 28-29 ഈ ഒരു സാധനം വിഡ്രോ ചെയ്യുന്നത്. ഇതിപ്പോ 2 വർഷം മീൻസ് 2 വർഷങ്ങളുടെ മാറ്റമല്ലേ ഉള്ളൂ. എന്താ ഇപ്പൊ കാര്യമായിട്ടുള്ള മാറ്റത്തില്? വർഷം മാറി എന്നല്ലാതെ വേറൊന്നും ഇവിടെ മാറിയിട്ടില്ല. ഓക്കെ, പ്രോഫിറ്റ്സ് ഡിവിഡൻസ് ആയിട്ടാണ് ഇവർ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, ഒക്കെ സെയിം ആണ്. ആകെയുള്ള വ്യത്യാസം വർഷം മാറി. ഫസ്റ്റ് ഓൾട്ടർനേറ്റീവില് കറന്റ് ടാക്സ് ഇയറിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നു, തേർഡ് ഓൾട്ടർനേറ്റീവില് 28-29 എക്സ്ട്രാക്ട് ചെയ്യുന്നു. സോ വാട്ട് വിൽ ബി ദ ഡിഫറൻസ്? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ, എന്തായിരിക്കാം ഇവിടെയുള്ള ഡിഫറൻസ്?
വേണമെങ്കിൽ ഒരു ക്ലൂ ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഈ ഒരു സാധനം, ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ഓ സോറി. ഓക്കെ, യെസ് യെസ് യെസ്, ആൻസേഴ്സ് കിട്ടി തുടങ്ങി. യാ, ഓഫ് കോഴ്സ്. അതായത് ടാക്സ് ഇയർ 28-29 ആവുന്ന സമയത്ത് നമ്മൾ എന്ത് റേറ്റ് ടാക്സ് പെയർ ആണ്? ഹയർ റേറ്റ് ടാക്സ് പെയർ ആണ്. ടാക്സ് ഇയർ 24-25 നമുക്ക് 200,000 ഇൻകം ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഏത് റേറ്റ് ടാക്സ് പെയർ ആണ്? അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആണ്. ആണോ അല്ലയോ? അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആവുമ്പോഴും ഹയർ റേറ്റ് ടാക്സ് പെയർ ആവുമ്പോഴും നമ്മുടെ ടാക്സ് റേറ്റ്സിൽ എന്തുണ്ടാവും? എന്തുണ്ടാവും പറഞ്ഞേ? ടാക്സ് റേറ്റ്സിൽ എന്തുണ്ടാവും? സെയിം ആയിരിക്കും നമ്മുടെ ടാക്സ് റേറ്റ്സ്? ചേഞ്ച് ഉണ്ടാവും. യെസ്, ചേഞ്ച് ഉണ്ടാവും. സെയിം ആയിരിക്കില്ല നമ്മുടെ ടാക്സ് റേറ്റ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ 24-25 നമ്മൾ ഈ ഡിവിഡൻസ് വിഡ്രോ ചെയ്യുന്നതും 28-29 നമ്മൾ ഡിവിഡൻസ് വിഡ്രോ ചെയ്യുമ്പോഴും അവിടെ എന്തുണ്ടാവും? ഒരു ടാക്സ് ഡിഫറൻസ് ഉണ്ടാവും. സോ ബേസിക്കലി നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റിക്വയർമെന്റ് സിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 28-29 എത്രയായിരിക്കും നിങ്ങൾ ഡിവിഡൻഡിന്റെ മുകളിൽ പേ ചെയ്യേണ്ട ടാക്സ് എന്ന് കണ്ടുപിടിക്കുക. ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ഓൾട്ടർനേറ്റീവ് 1. ഓക്കെ, കമ്പയർ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ചെയ്ത് നോക്കിയേ. ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആണ്. ഓൾട്ടർനേറ്റീവ് 1 ഡിവിഡൻഡിനെ റിലേറ്റ് ചെയ്തിട്ട് എത്ര ടാക്സ് വന്നു നോക്കുക. ഓൾട്ടർനേറ്റീവ് 3 ഡിവിഡൻഡിനെ റിലേറ്റ് ചെയ്തിട്ട് എത്ര ടാക്സ് വന്നു നോക്കുക. കമ്പയർ ചെയ്യുക. ഓക്കെ, കമ്പയർ ചെയ്തേ. ടേക്ക് യുവർ ടൈം ചെയ്യുക. എന്നിട്ട് ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ആദ്യമൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ചെയ്തു പോയത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഫെമിലിയർ അല്ലാത്തത് കൊണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കത്തി തുടങ്ങി. ഓക്കെ, സോ നിങ്ങൾ തന്നെ ഒന്ന് എഫേർട്ട് ഇട്ട് ചെയ്തു നോക്കിയേ. അല്ലെങ്കിൽ ഞാനിത് മറ്റേ സ്പൂൺ ഫീഡ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്ന പോലെ ആയിപ്പോകും. എനിക്കത് അങ്ങനെ തന്നെ ആക്കണം എന്ന് ഇല്ല. നിങ്ങൾ ഒന്ന് ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ ചെയ്തേ മക്കളെ. വാട്ട് വിൽ ബി ദ ടാക്സ് ഇൻ ഓൾട്ടർനേറ്റീവ് 3 ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ഓൾട്ടർനേറ്റീവ് 1. കമന്റ് ദി ടാക്സ് സേവിങ്സ്. ആൻഡ് ഒരു കാര്യം, ദിസ് ഇസ് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ. സോ അക്കോർഡിംഗ്ലി ചെയ്യാട്ടോ. മറന്നു പോകരുത്. നിങ്ങളുടെ എന്ത് നോക്കുക? ടാക്സ് സേവിങ്സ് ഏകദേശം യെസ് എല്ലാവർക്കും കിട്ടി തുടങ്ങി എന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഏകദേശം റിക്വയർമെന്റ് മനസ്സിലായി തുടങ്ങിയില്ലടാ നിങ്ങൾക്ക്? ഇപ്പൊ റിക്വയർമെന്റ്സ് മനസ്സിലായി തുടങ്ങിയില്ലേ നിങ്ങൾക്ക്? മീൻസ് ആ ആദ്യമുള്ളൊരു പ്രശ്നം കുറെയൊക്കെ മാറി കിട്ടിയില്ലേ? ഞാൻ ഫുള്ള് മാറി എന്ന് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ കുറെയൊക്കെ നിങ്ങൾക്ക് ആ ആദ്യമുള്ളൊരു സംഭവം പോയി കിട്ടിയില്ലേ? കുറച്ചും കൂടെ ഇപ്പൊ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? അറ്റ്ലീസ്റ്റ് പറ്റുന്നുണ്ടോ? യെസ്, ഓക്കെ, ഗുഡ്. സോ നമുക്ക് നോക്കാം. ഓൾട്ടർനേറ്റീവ് 3 വരുന്ന ഇൻകം ടാക്സ് ലയബിലിറ്റി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻകം ടാക്സ് ലയബിലിറ്റി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓൾട്ടർനേറ്റീവ് 3 വരുന്ന ഒരു ഇൻകം ടാക്സ് ലയബിലിറ്റി ഇസ്, നമ്മൾ എത്രയായിരുന്നു ഡിവിഡൻസ് ആയിട്ട് എടുക്കുന്നത്? 30. ഒന്ന് പറഞ്ഞേ. 32,400 അല്ലേ? ഓക്കെ, 32,400. 32,400 ആണ് നമുക്ക് ഡിവിഡൻഡ് വരുന്നത്. അതിൽ ആദ്യത്തെ 500 ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, റിമൈനിങ്ങിന് നമ്മൾ ഹയർ റേറ്റിലാണ് ഇവിടെ ടാക്സ് കൊടുക്കുക. കാരണം നമ്മൾ ഹയർ റേറ്റ് ടാക്സ് പെയർ അല്ലേ 28-29. യെസ്, സോ റിമൈനിങ് എമൗണ്ടിന് നമ്മൾ ഹയർ റേറ്റിൽ ടാക്സ് കൊടുക്കും. എന്താ ഡിവിഡൻഡിന്റെ ഹയർ റേറ്റ്? 33.75. യെസ്, 33.75 നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ടാക്സ് കൊടുക്കുകയാണ്. which will be equal to 10,766 അല്ലേ? യെസ്.
ഇനി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ടാക്സ് സേവിങ്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് വരുന്നത് 12,500 മൈനസ് 1,786 ആണ് നിങ്ങൾക്ക് വരുന്ന എന്ത് ടാക്സ് സേവിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഒരു ക്ലയന്റ് വന്നിട്ട് ചോദിക്കുകയാണ്, ഷുഡ് യു എക്സസൈസ് ഓപ്ഷൻ എ ഓർ ഷുഡ് വി ഗോ വിത്ത് ഓപ്ഷൻ 3 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? ഞങ്ങൾ 2024-25 തന്നെ ഡിവിഡൻസ് വിഡ്രോ ചെയ്യണം, ഓർ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് 28-29 വിഡ്രോ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ അവരോട്? 28-29 ചെയ്താൽ മതി. കാരണം എന്താ, 28-29 നമ്മൾ കുറച്ച് ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, നമുക്കൊരു 1,786 പൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും, അല്ലേ? യെസ് ഓർ നോ? യെസ്. ഓക്കെ, മനസ്സിലായില്ല? ഈ ലാസ്റ്റ് പോയിന്റ് ആണോടാ മനസ്സിലാവാത്ത? അല്ലെങ്കിൽ ലൈക്ക് ആ ഡിവിഡൻ കാൽക്കുലേഷൻ ആണോ, ടാക്സ് സേവിങ്സ് ആണോ മനസ്സിലാവാത്ത? ഏതാ? ലാസ്റ്റ്. ഓക്കെ, ഞാൻ പറയാം. അതായത് നമ്മളോട് ചോദിച്ചത് എന്താ, 2028-29 പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുന്നതാണോ, 2024-25 നമ്മൾ പ്രോഫിറ്റ് അല്ല, സോറി, ഡിവിഡൻഡ് വിഡ്രോ ചെയ്യുന്നതാണോ നല്ലത് എന്നാണ് ചോദിച്ചത്. 2024-25 നമ്മൾ ഡിവിഡൻസ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇൻകം ടാക്സ് കൊടുക്കണം എന്ന് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ? അതാണല്ലോ നമ്മൾ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവില് കാൽക്കുലേറ്റ് ചെയ്തത്, ആണോ അല്ലയോ? യെസ് ആണ്. ഇനി 2028-29 നമ്മൾ ഡിവിഡൻസ് വിഡ്രോ ചെയ്യുവാണെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കേണ്ട ഇൻകം ടാക്സ് ലയബിലിറ്റി 10,766 ആണ്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. 2024-25 നമ്മൾ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത്, അതായത് ഈ ഡിവിഡൻഡിന്റെ മുകളിൽ നമ്മൾ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 12,553 ആണ്. 2028-29 ആയപ്പോ അത് 10,766 ആണ്. ഓക്കെ, അപ്പോ എന്നോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ 2024-25 ഇത് വിഡ്രോ ചെയ്യണോ, 2028-29 ഇത് വിഡ്രോ ചെയ്യണം? നമ്മൾ എന്താ പറയാ? നമ്മൾ പറയും 2024-25 നിങ്ങൾ ഇത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട ടാക്സ് 12,553 ആണ്. 2028-29 നിങ്ങൾ ഇത് വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ടാക്സ് എന്താണ്? 10,766 ആണ്. ഓക്കെ, അപ്പോ ഏത് മനുഷ്യനായാലും എന്താ പറയാ, നമ്മൾ കുറവ് ടാക്സ് കൊടുക്കാനല്ലേ നോക്കുക, ആണല്ലോ? അപ്പൊ ഏതൊരാളും പറയും ഓൾട്ടർനേറ്റീവ് 3 ആണ് നല്ലത്, ആണല്ലോ? അങ്ങനെ തന്നെയല്ലേ എല്ലാരും പറയാ? യെസ്, കാരണം നമ്മൾ എപ്പോഴും കുറവ് ടാക്സ് കൊടുക്കാനാണ് നോക്കുക. നമ്മൾ ഒരിക്കലും ആ ഗവൺമെന്റിന് ലാഭം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഗവൺമെന്റിന് കുറെ പൈസ കിട്ടിക്കോട്ടെ, ഗവൺമെന്റ് അതുകൊണ്ട് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യൂല, കുറെ ടാക്സ് ഗവൺമെന്റിന് കൊടുക്കൂല. ഓക്കെ, പൊതുവേ നമ്മൾ ഇന്ത്യയിലൊക്കെ എന്താ ചെയ്യുക, ടാക്സ് എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാതിരിക്കാനാണ് നോക്കുക ബേസിക്കലി. യെസ് ഓ നോ? യെസ്. അപ്പോ ഏതൊരു മനുഷ്യനായാലും ഇവിടെ എന്താ നോക്കുക, കുറവ് ടാക്സ് കൊടുക്കാനാണ് നോക്കുക. സോ ഇവിടുത്തെ കുറഞ്ഞ ടാക്സ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് 3 ആണ്. നമ്മളോട് ചോദിക്കുന്നത് ടാക്സ് സേവിങ്സ് എത്രയാണ്, ഓൾട്ടർനേറ്റീവ് 1ഉം ഓൾട്ടർനേറ്റീവ് 3യും കമ്പയർ ചെയ്യുമ്പോൾ ടാക്സ് സേവിങ്സ് എത്രയാണ് എന്നാണ് നമ്മളോട് ബേസിക്കലി ചോദിക്കുന്നത്. സോ നമ്മൾ എന്താ ചെയ്തത്, ഓൾട്ടർനേറ്റീവ് 1ൽ നമ്മൾ കൊടുക്കേണ്ട ടാക്സ് 12,553 ആണ്. ഓൾട്ടർനേറ്റീവ് 3യിൽ നമ്മൾ കൊടുക്കേണ്ട ടാക്സ് 10,766 ആണ്. ഇത് രണ്ടും മൈനസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി 1,786 നമുക്ക് എന്താണ്, ലാഭമാണ് എന്ന് മനസ്സിലായി. ഓക്കെ, അതായത് അത്രയും ടാക്സ് നമ്മൾ കുറച്ചു കൊടുത്താൽ മതി. എവിടെ? ഓൾട്ടർനേറ്റീവ് 3യില്. അതാണല്ലോ നമുക്ക് അവിടെ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത്. അത്രയും ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, മനസ്സിലായോടാ? ഓക്കെ, സോ യെസ്, ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്.
അപ്പോ എനിക്കറിയാം ഈ ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ചല്ല, അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നല്ല രീതിക്ക് നമ്മൾ ആലോചിച്ച് നല്ല രീതിക്ക് നമ്മൾ തിങ്ക് ചെയ്ത് മൾട്ടിപ്പിൾ ആസ്പെക്ട്സിൽ നമ്മൾ തിങ്ക് ചെയ്ത്, അതായത് നമ്മൾ ഇതുവരെ പഠിച്ച കുറേ എല്ലാ കാര്യങ്ങളും മിക്സപ്പ് ചെയ്ത് വന്നിട്ട് നമ്മൾ ഇത്രയും നേരത്തെ ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഒന്നില്ലെങ്കിൽ ഇൻകം ടാക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, കോർപ്പറേഷൻ ടാക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇത് മിക്സപ്പ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ബേസിക്കലി ഇങ്ങനെയാണ്. കമ്പയർ ചെയ്യുക, ഇതാണോ നല്ലത്, അതാണോ നല്ലത്, ആ ഓപ്ഷനിലാണോ നമുക്ക് കൂടുതൽ ടാക്സ് സേവ് ചെയ്യാൻ പറ്റുക, ഈ ഓപ്ഷനിലാണോ കൂടുതൽ ടാക്സ് സേവ് ചെയ്യാൻ പറ്റുക. ഇതാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത്, ടാക്സ് സേവിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും പോയിന്റോ ഏതെങ്കിലും കാൽക്കുലേഷനോ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? പറഞ്ഞേ, ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഒന്ന് പറഞ്ഞേടാം. ഓക്കെ, യെസ്. ഇനി ഞാൻ വേറൊരു PDF കൂടെ ഷെയർ ചെയ്യാം. ലൈക്ക് ഒരു മിനിറ്റ്. ഓക്കെ, ഈ ഒരു PDF ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, ഈ ഒരു PDF ഓരോ ടോപ്പിക്കിലെയും ക്വസ്റ്റ്യൻസ് എവിടെയാണ് കിറ്റിലുള്ളത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അത് MCQs ഉണ്ട്, MTQs ഉണ്ട്, കപ്ലാൻ കിറ്റും ഉണ്ട്, BPP കിറ്റും ഉണ്ട്. ബേസിക്കലി ക്വസ്റ്റ്യൻ മാപ്പിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിലെ സെക്കൻഡ് പേജ് എടുത്തു കഴിഞ്ഞാൽ കപ്ലാനില് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടാക്സ് പ്ലാനിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. എത്ര എണ്ണം ഉണ്ട്? 3, 6, 8 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൽ കെസുവോ എന്നുള്ളത് ഓൾറെഡി നമ്മളിപ്പോ ചെയ്തു. ബാക്കിയുള്ളത് 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ദിവസം ഒരു 2-3 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി നിങ്ങൾക്ക് 2-3 ദിവസം കൊണ്ട് ഇത് തീർക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ ഓരോ 45 മിനിറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാം. ഓക്കെ, ആൻഡ് അതേപോലെ യെസ്, നമ്മൾ BPP കിറ്റിലെ ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻസും ഞാനിവിടെ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ടാക്സ് പ്ലാനിങ് ഏതെങ്കിലും ഒന്ന്, ഓക്കെ, മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള കപ്ലാനിലെയോ PPP-യിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ടാക്സ് പ്ലാനിങ് നിങ്ങൾക്ക് പക്ക ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് ചെയ്യാം. ഓക്കെ, കിട്ടിയോടാ? ഇത് ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് ഇൻകത്തിനെ റിലേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ C ക്വസ്റ്റ്യൻസ് ഉണ്ട്. ട്രേഡിംഗ് ലോസിന് മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻ C ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാർട്ട്ണർഷിപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻ C ക്വസ്റ്റ്യൻസ്, കോർപ്പറേഷൻ ടാക്സ് ഇംപ്ലിക്കേഷൻസ് വരുന്ന സെക്ഷൻ C ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് ലോസും കാര്യങ്ങളൊക്കെ വരുന്ന സെക്ഷൻ C ക്വസ്റ്റ്യൻസ് ഞാൻ പ്രോപ്പർലി മാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിപ്പം മനസ്സിലാവുമല്ലോ, ചില ഏരിയാസിൽ നമ്മൾ വീക്കാന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, യെസ്.